നമസ്കാരം, എല്ലാവർക്കും മാസ്റ്റർ കീ അക്കാഡമിയിലേക്ക് സ്വാഗതം. നമുക്കറിയാം, നമ്മുടെ CPO സ്പെഷ്യൽ ടോപ്പിക്സിൽ BSA അല്ലേ, BNSS, BNS ഈ മൂന്ന് നിയമങ്ങളും പുതുതായിട്ട് വന്നതാണ്. നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന ഇന്ത്യൻ എവിഡൻസ് ആക്ടിന് പകരം BSAയും IPCക്ക് പകരം BNSും CRPCക്ക് പകരം BNSSുമാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഭാരതീയ സാക്ഷ്യ അധിനിയം 1872 ഇന്ത്യൻ എവിഡൻസ് ആക്ടിന് പകരമായി വന്നതാണ് ഭാരതീയ സാക്ഷ്യ അധിനിയം. നോക്കാം നമുക്ക് എന്താണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നോക്കാം. ഈ ബില്ല് നേരത്തെ പോലെ തന്നെ പഴയ നമ്മളെ BNSസും പഠിക്കുമ്പോൾ തന്നെയാണ്. ഈ ബില്ല് അവതരിപ്പിച്ചത് അമിത്ഷായാണ്. ഈ ബില്ല് അവതരിപ്പിച്ചത് അമിത്ഷാ. ആ ഡേറ്റ് ഒക്കെ നമുക്കറിയാം അല്ലേ. അതുപോലെ തന്നെ ഈ ബില്ലിൽ ഒപ്പുവെച്ച രാഷ്ട്രപതി ദ്രൗപദി മുർമുവാണ്. ഓഗസ്റ്റ് 11, 2023 ഈ നിയമം അവതരിപ്പിച്ചത്. പക്ഷേ അത് ഡിസംബർ 12 ചില പ്രശ്നങ്ങൾ കാരണം റദ്ദാക്കപ്പെടുകയും ആ ഡിസംബർ 12 പുതുക്കിയ ബില്ല് അവതരിപ്പിക്കുകയും ചെയ്തു. ഈ പുതുക്കിയ ബില്ല് 2023 ഡിസംബർ 20 ലോക്സഭ പാസ്സാക്കി. 2023 ഡിസംബർ 20 ലോക്സഭ പാസ്സാക്കി. അതുപോലെ 2023 ഡിസംബർ 21 രാജ്യസഭ പാസ്സാക്കുന്നു. 2023 ഡിസംബർ 25 രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചു. നമുക്ക് നോക്കാം. ജൂലൈ 1 മുതലാണ് ഈ നിയമം നിലവിൽ വന്നത്. വന്നപ്പോൾ എത്ര സെക്ഷനുകളാണ്? വകുപ്പുകൾ 170 വകുപ്പുകളും 4 ഭാഗങ്ങൾ. പാർട്ട് 4, അധ്യായം 12 അധ്യായവും 4 ഭാഗവും 170 വകുപ്പുകളും അടങ്ങുന്നതാണ്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് സെക്ഷൻ 1 എന്ന് പറഞ്ഞാൽ? ചുരുക്കപ്പേര്, വ്യാപ്തി, പ്രാരംഭം. നമുക്ക് മൊഡ്യൂളിൽ പഠിക്കാനില്ല, എന്നാലും വെറുതെ പറഞ്ഞു പോകാം. ചുരുക്കപ്പേര്, വ്യാപ്തി, പ്രാരംഭം. ചുരുക്കപ്പേര് എന്ന് പറഞ്ഞാൽ ഇത് ഭാരതീയ സാക്ഷ്യാധിനിയം 2023 അറിയപ്പെടുന്നു അല്ലെ. ഈ നിയമം ഇന്ത്യ മുഴുവൻ കണ്ടോ, കോർട്ട് മാർഷൽ ഉൾപ്പെടെയുള്ള ഏതെങ്കിലും കോടതി, എല്ലാ കോടതിയും ഉൾപ്പെടെ ഇന്ത്യ മുഴുവൻ ഈ നിയമം ബാധകമാണ്. അതുപോലെ പ്രാരംഭം എന്ന് പറഞ്ഞാൽ ഇത് കേന്ദ്ര സർക്കാർ ഗസറ്റ് വഴി വിജ്ഞാപനം പുറപ്പെടുവിക്കുന്ന, പരസ്യപ്പെടുത്തുന്ന തീയതി മുതൽ പ്രാബല്യത്തിൽ വരും. നമുക്കറിയാം 2024 ജൂലൈ 1 മുതൽ പ്രാബല്യത്തിൽ വന്നു, എന്നാലും ഗസറ്റ് വഴി ഇത് അറിയിക്കണം. ഓക്കെ, കേന്ദ്ര സർക്കാർ. അതുപോലെ നമ്മുടെ ഫസ്റ്റ് സെക്ഷൻ, സിലബസിലെ ഫസ്റ്റ് സെക്ഷൻ ഡെഫിനിഷൻസിൽ വരുന്നു 2 ക്ലോസ് D ഫോർ ഡോക്യുമെന്റ്. ഞാൻ ആദ്യം പറയുന്ന കാര്യം കേൾക്കുക. വളരെ കുറച്ചേ ഉള്ളൂ, 2 മാർക്കാണ് BSA. ഇത് പഠിച്ചതിന് ശേഷം ഈ എക്സ്പ്ലനേഷൻ വായിക്കാം. 2 D ഫോർ ഡോക്യുമെന്റ്. എന്താണ് ഡോക്യുമെന്റ്? നമുക്ക് പറയാം, കോടതിയിൽ തെളിവായി ഹാജരാക്കാവുന്ന എല്ലാ വസ്തുക്കളെയും ഡോക്യുമെന്റ് എന്ന് പറയാം. അത് അക്ഷരങ്ങളിലായിക്കോട്ടെ, അക്കങ്ങളിലായിക്കോട്ടെ, അടയാളങ്ങളിലായിക്കോട്ടെ, അതാണ് ഡോക്യുമെന്റ് എന്ന് പറയുന്നത്. മനസ്സിലാക്കി പഠിക്കുക. നോക്കാം. അത് രേഖ എന്നാൽ ഏതൊരു കാര്യമാണ്. ഇതിലുള്ളതിലൊട്ടും മനസ്സിലാകാത്ത സെന്റൻസുകൾ ഉള്ളത് ഭാരതീയ സാക്ഷ്യ അധിനിയത്തിലാണ്. പക്ഷെ നമ്മൾ വളരെ സിമ്പിളായിട്ട് ആദ്യം പറഞ്ഞു തന്നിട്ട് ആ സെന്റൻസ് വായിക്കണം. സെന്റൻസ് അങ്ങനെ തന്നെ പഠിച്ചേ പറ്റും. നിങ്ങൾ വിചാരിക്കും നോട്ട് ഇത്തിരി ടഫാക്കി എന്തുകൊണ്ടാണ്? നോട്ട് അങ്ങനെ പഠിച്ചിട്ടേ കാര്യമുള്ളൂ. ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനെയേ വരുള്ളൂ. അപ്പോൾ ഡോക്യുമെന്റ് നോക്കി, ഏതൊരു കാര്യമാണോ ഒരു കാര്യം രേഖപ്പെടുത്തുന്ന ആവശ്യത്തിന് ഉപയോഗിക്കുന്നത്, ഒരു കാര്യം രേഖപ്പെടുത്തുന്ന ആവശ്യത്തിന് ഉപയോഗിക്കാൻ വേണ്ടി എടുക്കുന്ന കണ്ടോ, അക്ഷരങ്ങളോ അക്കങ്ങളോ അടയാളങ്ങളോ, ഇതാണ് അതിൽ ഇമ്പോർട്ടൻ്റ്. അക്ഷരങ്ങളോ അക്കങ്ങളോ അടയാളങ്ങളോ, അവയിൽ ഒന്നിലധികം മാർഗങ്ങളിലൂടെ ഏതെങ്കിലും പദാർത്ഥത്തിന്മേൽ പ്രകടമാക്കുകയോ വിവരിക്കുകയോ അല്ലെങ്കിൽ മറ്റും ചെയ്തിട്ടുള്ള വിധത്തിൽ രേഖപ്പെടുത്തുകയോ എന്നർത്ഥമാക്കുന്നു. ഇതിൽ ഇലക്ട്രോണിക് അഥവാ ഡിജിറ്റൽ രേഖകളും ഉൾപ്പെടുന്നു. അപ്പോൾ നിങ്ങൾ ഓർമ്മിക്കേണ്ടത് എന്താണ് രേഖ അല്ലെങ്കിൽ ഡോക്യുമെന്റ് എന്ന് ചോദിച്ചാൽ, ഇത് അക്ഷരങ്ങളിലോ അക്കങ്ങളിലോ അടയാളങ്ങളിലോ രേഖപ്പെടുത്തിയതാകാം. ഇത് ഇലക്ട്രോണിക്സ് രൂപത്തിലുള്ളതും തെളിവായിട്ട് വരാം. നമുക്കറിയാലോ, പുതിയ നമ്മുടെ നിയമം അനുസരിച്ച് ഇലക്ട്രോണിക്സ് മാധ്യമങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. ഒരാളെ കുറ്റം കണ്ടുപിടിക്കാനായിട്ട് ലാപ്ടോപ്പ്, മൊബൈലൊക്കെ ഭയങ്കര തെളിവല്ലേ. അപ്പോൾ ഇതാണ് രേഖ എന്ന് പറയുന്നത്. ഇനി എഴുതപ്പെട്ടത് രേഖയല്ലേ? ആണ്. സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കും. രേഖയുമായി ബന്ധപ്പെട്ട് തെറ്റായ അവസ്ഥ. എഴുതപ്പെട്ടത് രേഖയാണ്. അച്ചടിച്ചതോ ലിത്തോഗ്രാഫ് ചെയ്തതോ ഫോട്ടോഗ്രാഫ് ചെയ്തതോ ആയത് രേഖ. ഒരു ഭൂപടമോ പ്ലാനോ ഒരു രേഖയാണ്. ലോഹത്തകിടിലോ ശിലയിലോ ആലേഖനം ചെയ്തത് ഒരു രേഖയാണ്. ഹാസ്യചിത്രം
ഒരു രേഖയാണ്. കാരിക്കേച്ചർ വരച്ചാലും ഒരാളുടെ രേഖാചിത്രം എന്ന് പറയില്ലേ, അതും ഒരു രേഖയാണ്. അതുപോലെ ഇമെയിലുകൾ, സെർവർ ലോഗുകൾ, കമ്പ്യൂട്ടറുകളിലെയോ ലാപ്ടോപ്പുകളിലെയോ സ്മാർട്ട് ഫോണിലെയോ ഡോക്യുമെൻറ്റുകൾ, കൂടാതെ ഡിജിറ്റൽ ഉപകരണങ്ങളിൽ സംഭരിച്ചിരിക്കുന്ന സന്ദേശങ്ങൾ, വെബ്സൈറ്റുകൾ, ലൊക്കേഷൻ തെളിവുകൾ, വോയിസ് മെയിൽ സന്ദേശങ്ങൾ എന്നിവയുടെ ഇലക്ട്രോണിക് റെക്കോർഡ് ഉൾപ്പെടെയുള്ളവയെല്ലാം രേഖയാണ്. അപ്പോൾ ഈ രേഖ എന്നതിൽ ഇതെല്ലാം ഉൾപ്പെടുന്നു എന്നാണ്. ഇമെയിലുകൾ, സെർവർ ലോഗുകൾ തുടങ്ങിയവയെല്ലാം രേഖയിൽ ഉൾപ്പെടുന്നു എന്ന് ഓർമ്മിക്കുക. ക്ലിയർ ആണല്ലോ? ക്ലിയർ. അടുത്ത സെക്ഷൻ ഫോർ എവിഡൻസ് എന്നാണ്. തെളിവ് എന്നാൽ എന്ത്? ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുക, സെന്റൻസ് പിന്നെ. എന്താണ് എവിഡൻസ്? വിചാരണയിലിരിക്കുന്ന വസ്തുതാപരമായ കാര്യങ്ങൾ സംബന്ധിച്ച കോടതിക്ക് മുമ്പാകെ സാക്ഷികളെ പ്രസ്താവിക്കാൻ ആവശ്യപ്പെടുകയോ ചെയ്യുന്ന ഇലക്ട്രോണിക് പ്രസ്താവനകൾ ഉൾപ്പെടെയുള്ള എല്ലാ പ്രസ്താവനകളും തെളിവ് എന്ന് പറയുന്നു. ഓറൽ എവിഡൻസ്. കോടതി വിചാരണയിലിരിക്കുന്ന ഒരു കേസുമായി ബന്ധപ്പെട്ട് ഒരാളോട് ഹാജരാക്കാൻ പറയുന്ന തെളിവുകളെ ഹാജരാക്കാൻ വേണ്ടി കോടതിയിൽ പോയി വായ്മൊഴിയാൽ പറയുന്നതാണ് ഓറൽ എവിഡൻസ് എന്ന് പറയുന്നത്, വാക്കാൽ പറയുന്ന തെളിവ്. അതുപോലെ കോടതിയുടെ പരിശോധനയ്ക്ക് വേണ്ടി ഹാജരാക്കിയിട്ടുള്ള ഇലക്ട്രോണിക് അഥവാ ഡിജിറ്റൽ റെക്കോർഡുകൾ ഉൾപ്പെടെയുള്ള എല്ലാ രേഖകളും രേഖാമൂലം തെളിവ് എന്ന് പറയുന്നു. അപ്പോൾ തെളിവ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോടതി ആവശ്യപ്പെടുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ അപേക്ഷാപൂർവ്വം കോടതി സമ്മതിക്കുമ്പോഴോ നമുക്ക് രക്ഷ നേടാൻ വേണ്ടി നമ്മൾ കോടതിയിൽ ഹാജരാക്കുന്ന വസ്തുക്കളെ പറഞ്ഞ പേരാണ് തെളിവ്. അത് അക്ഷരങ്ങളിലാകാം, അക്കങ്ങളിലാകാം, പുസ്തകങ്ങളിലാകാം, വായ്മൊഴിയാകാം, എന്ത് രീതിയുമാകാം, വരമൊഴിയാകാം. അതെല്ലാം തെളിവ് അല്ലെങ്കിൽ എവിഡൻസ് എന്ന് പറയുന്നു. എന്താണ് വസ്തുത അല്ലെങ്കിൽ ഫാക്ട്? വസ്തുത അല്ലെങ്കിൽ ഫാക്ട്. ഒരു വസ്തുത ഇന്ദ്രിയഗ്രാഹ്യമായ ഏതെങ്കിലും സംഗതി, സംഗതികളുടെ അവസ്ഥ അല്ലെങ്കിൽ സംഗതികളുടെ ബന്ധം. ഇന്ദ്രിയം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പഞ്ചേന്ദ്രിയങ്ങൾ, കണ്ണുകൊണ്ടും ചെവി കൊണ്ടും മൂക്കുകൊണ്ടും നാക്കുകൊണ്ടും ത്വക്കുകൊണ്ടും നമ്മൾ നേടിയെടുത്ത അറിവുകളെ, അതൊരു ഫാക്റ്റാണ്. നമ്മളൊരു സാധനം കണ്ടിട്ടുണ്ടെങ്കിൽ അതൊരു വസ്തുതയാണ്. നമ്മളൊരു വാക്ക് കേട്ടിട്ടുണ്ടെങ്കിൽ അതൊരു വസ്തുതയാണ്. നമ്മളൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വസ്തുതയാണ്. സ്മെല്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ വസ്തുതയാണ്. തൊട്ടിട്ടുണ്ടെങ്കിൽ വസ്തുതയാണ്. ഏതെങ്കിലും വ്യക്തിക്ക് ബോധമുള്ള ഏതെങ്കിലും ഒരു അവസ്ഥയും വസ്തുതയാണ്. ബോധമുള്ള അവസ്ഥയിൽ നമ്മൾ കാണുന്നതെല്ലാം ഒരു വസ്തുതയാണ്. ഇനി ദൃഷ്ടാന്തങ്ങൾ എന്താണെന്ന് നോക്കാം. ഒരു സ്ഥലത്ത് ഒരു ക്രമത്തിൽ ചില വസ്തുക്കൾ അടുക്കി വെച്ചിട്ടുണ്ടെന്നുള്ളൊരു വസ്തുതയാണ്. ഇപ്പോൾ ഉദാഹരണം, ഒരു ലൈബ്രറി എടുക്കുക വയ്ക്കാം. ലൈബ്രറിയിൽ നമുക്ക് കോമൺലി അറിയാം വസ്തുക്കൾ എന്ത് ചെയ്തിട്ടുണ്ട്, ബുക്കുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, അടുക്കി വെച്ചിട്ടുണ്ട്. അതൊരു വസ്തുതയാണ്, പ്രത്യേകിച്ച് ഇനി പറയേണ്ട കാര്യമില്ല. ഒരാൾ എന്തെങ്കിലും കേൾക്കുകയോ കാണുകയോ ചെയ്തു എന്നതൊരു വസ്തുതയാണ്. നമ്മളൊരു വാക്ക് കേട്ടുപോയി, നമ്മൾ കണ്ടുപോയി, അതൊരു വസ്തുതയാണ്, അതൊരു സത്യമാണ്. ഒരാൾ ചില വാക്കുകൾ പറഞ്ഞു എന്നതൊരു സത്യമാണ്, പറഞ്ഞു പോയതിന് തിരിച്ചെടുക്കാൻ പറ്റില്ല. ഒരാൾക്ക് എന്തെങ്കിലും ഒരു അഭിപ്രായമുണ്ടെന്നോ ഏതെങ്കിലും ഒരു ഉദ്ദേശമുണ്ടെന്നോ ഒരാൾ ഉത്തമ വിശ്വാസത്തിലോ വഞ്ചനാപൂർവമായോ പ്രവർത്തിക്കുന്നത് ഒരു വസ്തുതയാണ്. ഏതെങ്കിലും ഒരു വാക്ക് ഏതെങ്കിലും ഒരു അർത്ഥത്തിൽ ഉപയോഗിക്കുന്നത് ഒരു നിർദ്ദിഷ്ട സമയത്ത് ഏതെങ്കിലും ഒരു അനുഭൂതിയെക്കുറിച്ച് ബോധവാനാണെന്നോ ആയിരുന്നു എന്നോ ഉള്ളത് ഒരു വസ്തുതയാണ്. ഇപ്പോൾ നമ്മൾ ഒരു ലഹരിക്ക് അടിമപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തി, ആ സമയത്ത് അയാൾ ആ ലഹരിക്ക് അടിമപ്പെട്ടപ്പോഴാണ് അത് കേട്ടു എന്നുള്ളതൊരു വസ്തുതയാണ്. ഇതൊക്കെയാണ് വസ്തുത എന്ന് പറയുന്നത്, ഫാക്ട്. ഇനി വിവാദ വസ്തുത. ആ വസ്തുതയിൽ എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴാണ് വിവാദ വസ്തുത. വസ്തുത എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളൊരു വാക്ക് പറഞ്ഞു എന്നതൊരു വസ്തുതയാണ്, പക്ഷേ മറ്റൊരാൾ പറയുന്നത് നീ ആ വാക്ക് പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ വിവാദ വസ്തുത. ഫാക്ട്സ് ഇൻ ഇഷ്യൂ എന്താണ്? ഏതൊരു വസ്തുതയിൽ നിന്ന് സ്വയമേ അല്ലെങ്കിൽ മറ്റു വസ്തുതകളുമായി ചേർന്നാണോ ഏതെങ്കിലും വ്യവഹാരത്തിലോ നടപടിയിലോ ദൃഢാഖ്യാനം ചെയ്തിട്ടുള്ളതോ നിഷേധിച്ചിട്ടുള്ളതോ ആയ ഏതെങ്കിലും അവകാശത്തിൻ്റെയോ ബാധ്യതയുടെയോ പ്രശ്നമാണ്. ഏതെങ്കിലും അവകാശത്തിൻ്റെ കാര്യത്തിലോ ഏതെങ്കിലും ബാധ്യതയുടെ കാര്യത്തിലോ ഒരാൾ നിഷേധിക്കുകയോ വ്യവഹാരം എന്ന് പറഞ്ഞാൽ കച്ചവടം, ഈ കാര്യത്തിലേക്കായിട്ട് ഒരു തർക്കം നടക്കുന്നതിനാണ് വിവാദ വസ്തുത എന്ന് പറയുന്നത്. തർക്കത്തിനെയാണ് വിവാദ വസ്തുത. ഒരു വസ്തുതയെ മറ്റൊരാൾ എതിർക്കുമ്പോൾ ഉള്ള കാര്യമാണ് വിവാദ വസ്തുത എന്ന് പറയുന്നത്. ബാക്കിയൊന്നും നിങ്ങൾ നോക്കണ്ട, ഇത്രയും മതി. ഓക്കെ, ആവശ്യമില്ലാത്ത പഠിച്ചു കഴിഞ്ഞാൽ അർത്ഥം മാറിപ്പോകും. ഇനി പ്രസക്തം. പ്രസക്തമുണ്ട്, അപ്രസക്തമുണ്ട്. പ്രസക്തമാകുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രസക്ത ഭാഗം എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയ ഭാഗം. അപ്രസക്തം എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് അല്ല, അങ്ങനെയല്ലേ? നമ്മൾ എന്താണ് പ്രസക്തം എന്ന് നോക്കാം. വസ്തുതകളുടെ പ്രസക്തിയെ സംബന്ധിച്ച് ഈ അധിനിയമം എന്ന് പറഞ്ഞാൽ BSA അധിനിയമത്തിലെ വ്യവസ്ഥകളിൽ പരാമർശിക്കപ്പെട്ട മാർഗങ്ങളിൽ
ഏതിലെങ്കിലും കൂടി ആ വസ്തുത മറ്റൊന്നുമായി ബന്ധപ്പെട്ടിരിക്കുമ്പോൾ അത് മറ്റേതിന് പ്രസക്തമെന്ന് പറയുന്നു. ഒരു വസ്തുത മറ്റൊരു വസ്തുതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നെങ്കിൽ അത് പ്രസക്തമെന്ന് പറയുന്നു. ഉദാഹരണം, ഒരു സാക്ഷി ഒരു കൊലപാതകം നടന്നപ്പോൾ ആ സാക്ഷി അവിടെ മുമ്പിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് പ്രസക്തമാണ്. ആ സാക്ഷിയുടെ വാക്ക് പ്രസക്തമാണ്. പക്ഷെ ആ കൊലപാതകം നടക്കുമ്പോൾ ആ സാക്ഷി അവിടെ ഇല്ലായിരുന്നു എന്നിട്ട് അയാൾ പറഞ്ഞാൽ അത് ചിലപ്പോൾ അപ്രസക്തമാണ്. മനസ്സിലായോ? ഇതാണ് പ്രസക്തവും അപ്രസക്തവും. ഇനി കുറ്റസമ്മതം എന്താണ് നോക്കാം. കുറ്റസമ്മതം പ്രചോദനമോ ഭീഷണിയോ നിർബന്ധമോ വാഗ്ദാനമോ വഴിയുണ്ടായ കുറ്റസമ്മതം ക്രിമിനൽ നടപടിയിൽ എപ്പോൾ അപ്രസക്തമാണ്. പ്രചോദനം അല്ലെങ്കിൽ ഭീഷണിയിലൂടെയോ ക്രിമിനൽ ഭീഷണിയിലൂടെയോ കുറ്റസമ്മതം നടത്തിയ, അതായത് പറഞ്ഞാൽ ഒരാളെ നിർബന്ധിച്ച് ഭീഷണിയിലൂടെയോ എന്തെങ്കിലും നൽകാമെന്ന് പ്രലോഭിപ്പിച്ചോ കുറ്റം സമ്മതിപ്പിച്ചാൽ കോടതിക്ക് അത് തോന്നുകയാണെങ്കിൽ ആ മൊഴി എടുക്കില്ല. കണ്ടോ, കുറ്റം ആരോപിക്കപ്പെട്ട ഒരാൾ നടത്തുന്ന കുറ്റസമ്മതം. ഇനി കുറ്റം ആരോപിക്കപ്പെട്ട ഒരാൾ കുറ്റസമ്മതം നടത്തുകയാണ്. എങ്ങനെ നടത്തുന്നു? ആ കുറ്റസമ്മതം നടത്തിയത് കുറ്റം ആരോപിക്കപ്പെട്ട ആൾക്കെതിരെയുള്ള ചാർജുമായി ബന്ധപ്പെട്ടതും അധികൃത സ്ഥാനത്തുള്ള ഒരാളിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതും അധികൃത സ്ഥാനത്തുള്ള ഒരാൾ അയാളെ കൊണ്ട് എന്ത് ചെയ്യുന്നത് കൊണ്ട് അയാൾക്കെതിരായുള്ള നടപടികൾ സംബന്ധിച്ച് അയാൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടാകുമെന്നോ, നീ ഇത് കുറ്റം സമ്മതിച്ചാൽ നിനക്ക് ഭാവിയിൽ ഗുണമുണ്ടാകും, ലൗകിക സ്വഭാവത്തോടു കൂടിയ ഏതെങ്കിലും ദോഷം ഒഴിവാക്കാമെന്നോ കരുതുവാൻ ന്യായമാണെന്ന് തോന്നുന്ന കാരണങ്ങളാൽ കുറ്റം ആരോപിക്കപ്പെട്ട ആൾക്ക് നൽകുവാൻ കോടതിയുടെ അഭിപ്രായത്തിൽ മതിയാവുന്നതുമായ ഏതെങ്കിലും പ്രചോദനമോ ഭീഷണിയോ നിർബന്ധമോ വാഗ്ദാനമോ വഴി ഉണ്ടായതാണെന്ന് കോടതിക്ക് തോന്നുന്നുവെങ്കിൽ അപ്രസക്തമാകുന്നു. ഇത്രയേ ഉള്ളൂ. അത് ഒരാൾ കുറ്റം സമ്മതിക്കുമ്പോൾ കോടതിക്ക് തോന്നുകയാണ് ഇയാൾ സ്വന്തം ഇഷ്ടപ്രകാരമല്ല കുറ്റസമ്മതം നടത്തുന്നത്, പകരം ഇയാൾ എന്തോ പ്രചോദനമോ ഭീഷണിയോ ഭയന്നാണ് ഈ കുറ്റം സമ്മതിക്കുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രലോഭനമോ എന്തെങ്കിലും വാഗ്ദാനമോ ലഭിച്ചതുകൊണ്ടാണ് ഇയാൾ പറയുന്നത് കോടതിക്ക് തോന്നിയാൽ അത് അപ്രസക്തമാകും എന്നാണ് സെക്ഷൻ 22 പറയുന്നത്. ഇനി എന്നാലൊരു കുറ്റസമ്മതം അങ്ങനെയുള്ള അത്തരം പ്രചോദനമോ ഭീഷണിയോ നിർബന്ധമോ വാഗ്ദാനമോ പൂർണ്ണമായി നീക്കപ്പെട്ടതിന് ശേഷമാണ് നടത്തിയിട്ടുള്ളതാണെങ്കിൽ കോടതിക്ക് അഭിപ്രായമുണ്ടെങ്കിൽ അത് പ്രസക്തമാണ്. അപ്പോൾ പൂർണ്ണമായും ഈ ഭീഷണിയോ അല്ലെങ്കിൽ ഈ പ്രചോദനമോ നീക്കിയിട്ടാണ് ഇത് പറയുന്നതെങ്കിൽ അത് പ്രസക്തമാണ്. പൂർണ്ണമായും ഈ പ്രചോദനവും ഭീഷണി ഇല്ലാതെയാണ് ഇയാൾ പറയുന്നതെന്ന് തോന്നുകയാണെങ്കിൽ കോടതിക്ക് അത് കേൾക്കാം. ഇനി എന്ന് മാത്രമല്ല, അങ്ങനെയുള്ളൊരു കുറ്റസമ്മതം മറ്റു വിധത്തിൽ പ്രസക്തമാണെങ്കിൽ അത് രഹസ്യമായി വയ്ക്കാമെന്ന ഒരു വാഗ്ദാനത്തിലൂടെയോ അത് കിട്ടുന്ന ആവശ്യത്തിലേക്കായി കുറ്റം ആരോപിക്കപ്പെട്ട ആളെ കബളിപ്പിച്ചതിൻ്റെ അനന്തരഫലമായിട്ടോ അയാൾ കുടിച്ച് ലഹരി പിടിച്ചിരുന്നപ്പോഴോ ആണ് അത് നടത്തിയതെന്നതുകൊണ്ടോ, അല്ലെങ്കിൽ അയാൾ ഉത്തരം പറയേണ്ടതില്ലായിരുന്ന ചോദ്യങ്ങൾക്ക്, അതായത് വേറെ ഒന്നുമല്ല, ഇപ്പം ഈ കുറ്റസമ്മതം നടത്തിയത് ഇയാൾ കുടിച്ചിരുന്നപ്പോൾ പറഞ്ഞതായിരിക്കാം, അല്ലെങ്കിൽ ഇയാളോട് ചോദ്യത്തിനല്ലാതെ ആവശ്യമില്ലാത്തത് പറഞ്ഞതായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും നേട്ടങ്ങൾക്ക് വേണ്ടി രഹസ്യമായി വയ്ക്കാമെന്ന വാഗ്ദാനത്തിലൂടെ പറഞ്ഞതായിരിക്കാം, അല്ലെങ്കിൽ ഒരു മജിസ്ട്രേറ്റ് പറയുകയാണ് നിങ്ങൾ ഈ കുറ്റസമ്മതം നടത്താൻ ബാധ്യസ്ഥനല്ല എന്ന് പറയേണ്ടതാണ് മജിസ്ട്രേറ്റ്. പക്ഷെ മജിസ്ട്രേറ്റ് അത് പറഞ്ഞില്ല. മജിസ്ട്രേറ്റ് പറയാതെ തന്നെ അയാൾ കുറ്റം സമ്മതിച്ചു. സാധാരണ മജിസ്ട്രേറ്റിന് ഒരു ഉത്തരവാദിത്തമുണ്ട്. ഒരാൾ കുറ്റം സമ്മതിക്കാൻ വരികയാണെങ്കിൽ അയാളോട് പറയണം, നിയമപരമായി നിങ്ങളിത് പറയരുത്, എങ്കിൽ നിങ്ങൾക്കത് ശിക്ഷ കിട്ടും. ഇത് മജിസ്ട്രേറ്റ് പറയാൻ വിട്ടുപോയി. എന്നാൽ ഇയാൾ പറയുന്ന കുറ്റസമ്മതം എടുക്കേണ്ടി വരും. മജിസ്ട്രേറ്റ് പറയാൻ വിട്ടുപോയാലും ഈ കുറ്റസമ്മതം എടുക്കാം. അയാൾ രഹസ്യമായി വയ്ക്കാമെന്ന് പറഞ്ഞാലും എടുക്കാം. അതുപോലെ അയാൾ കുടിച്ച് ലഹരി പിടിച്ച് പറഞ്ഞതായാലും എടുക്കാൻ പറയുകയാണ്, ഞാൻ ബോധമില്ലാതിരുന്നപ്പോൾ പറഞ്ഞതാണ് സാർ, ഇനി എടുക്കല്ലേ എന്ന് പറഞ്ഞാൽ എടുക്കും. അപ്പം നിങ്ങൾ അറിയേണ്ട, കുറ്റസമ്മതം ഭീഷണിയിലോ മറ്റു രീതിയിലോ ആണെങ്കിൽ അത് എടുക്കില്ല, പ്രസക്തമല്ല. അത് മാറിയതിന് ശേഷമാണെങ്കിൽ പ്രസക്തമാണ്. ഇത്രയും അറിഞ്ഞാൽ മതി. കൂടുതലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷനാകും. ഇനി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ സെക്ഷനാണ്. നമുക്കറിയാം, കുറ്റസമ്മതം നടത്തേണ്ടത് കോടതിയിലാണ്, അല്ലേ? കോടതിയോട് പറയുന്ന കുറ്റസമ്മതം മാത്രമേ എടുക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥനുള്ള കുറ്റസമ്മതം എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഒരു പോലീസ് ഉദ്യോഗസ്ഥനോട് നടത്തുന്ന യാതൊരു കുറ്റസമ്മതവും ഏതെങ്കിലും കുറ്റം ആരോപിക്കപ്പെട്ട ആൾക്കെതിരായി തെളിയിക്കുവാൻ പാടില്ലാത്തതാകുന്നു. കുറ്റം ആരോപിക്കപ്പെട്ട വ്യക്തിക്കെതിരെ തെളിയിക്കാൻ പാടില്ല. കാരണം പോലീസിനോട് പറയുന്ന കുറ്റസമ്മതം എടുക്കാൻ പറ്റില്ല. പക്ഷേ എടുക്കാം. എപ്പോൾ?
ഏതെങ്കിലും വ്യക്തി ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ കസ്റ്റഡിയിലായിരിക്കുമ്പോൾ നടത്തുന്ന യാതൊരു കുറ്റസമ്മതവും അതൊരു മജിസ്ട്രേറ്റിന്റെ തൊട്ടടുത്ത സാന്നിധ്യത്തിൽ നടത്തിയിട്ടുള്ളതല്ലാത്ത പക്ഷം അങ്ങനെയുള്ള ആൾക്കെതിരായി തെളിയിക്കുവാൻ പാടുള്ളതല്ല. അപ്പോൾ അത് മജിസ്ട്രേറ്റിന്റെ അടുക്കൽ പറയാത്ത പക്ഷം അത് തെളിയിക്കുവാൻ പാടില്ല, അങ്ങനെയല്ല, അത് എടുക്കാൻ പാടില്ല. പക്ഷേ മജിസ്ട്രേറ്റിന്റെ അടുക്കൽ പറഞ്ഞിട്ടില്ല, പോലീസിനോടാണ് പറഞ്ഞത്, അത് എടുക്കാൻ പറ്റില്ല. പക്ഷേ മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിൽ പോലീസിനോട് പറഞ്ഞാൽ ആ കുറ്റസമ്മതം സ്വീകരിക്കാം. ഇനി കുറ്റസമ്മതം പോലീസിനോട് തന്നെ പറയുന്നു, അതിൽ തെളിയിക്കാൻ പറ്റുമെങ്കിൽ തെളിയിക്കാം. കണ്ടോ? എന്നാൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥരുടെ കസ്റ്റഡിയിലിരിക്കുന്ന ഏതെങ്കിലും കുറ്റമാരോപിക്കപ്പെട്ട ആളിൽ നിന്ന് കിട്ടിയ വിവരങ്ങളുടെ അനന്തരഫലമായി വെളിപ്പെടുത്തപ്പെട്ടതെന്ന നിലയിൽ ഏതെങ്കിലും വസ്തുതയ്ക്ക് മൊഴി കൊടുക്കുമ്പോൾ അത് കുറ്റസമ്മതം ആകുകയാണെങ്കിലും അല്ലെങ്കിലും വെളിപ്പെടുത്തപ്പെട്ട വസ്തുതയോട് സ്പഷ്ടമായി ബന്ധപ്പെട്ടിരിക്കുന്നിടത്തോളം കാലം ആ ഭാഗം തെളിയിക്കാവുന്നതാണ്. പോലീസിനോട് ഒരാൾ പറയുകയാണ് ഞാൻ ഒരാളെ കൊന്നു എന്ന് പറയുകയാണ്. അപ്പോൾ പറയണം, ഇല്ല നീ എൻ്റെ അടുത്ത് പറയരുത്, നീ പോയി കോടതിയിൽ പറയാൻ തോന്നി അയാളെ പറഞ്ഞു വിടുവോ? ഇല്ല, അയാളെയും കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തി കണ്ടുപിടിച്ചാൽ ആ കുറ്റസമ്മതം എടുക്കാം. അല്ലാതെ ഒരു തെളിയിക്കാത്ത പക്ഷം, അതാണ് ഉദ്ദേശിക്കുന്നത്, പോലീസ് ഇടിച്ച് പറയിക്കുന്നത്. തെളിവില്ലാതെ ഒരാളെ കൊണ്ട് പറയിച്ചിട്ട് കാര്യമില്ല. തെളിവെടുത്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ കുറ്റസമ്മതം സ്വീകാര്യമുള്ളൂ. അപ്പോൾ പോലീസിനോട് പറയുന്ന യാതൊരു കുറ്റസമ്മതവും നിലനിൽക്കില്ല, പക്ഷെ തെളിയിക്കുന്ന പക്ഷം നിലനിൽക്കും. ഇത്രയും അറിഞ്ഞാൽ മതി. അപ്പോൾ ഇതാണ് പോലീസിനോട് പറയുന്ന കുറ്റസമ്മതം. ഇനി പോലീസ് കസ്റ്റഡിയിലായിരിക്കെ ഒരു പ്രതിയുടെ കുറ്റസമ്മത മൊഴിയുടെ അടിസ്ഥാനത്തിൽ കണ്ടെത്തിയ വസ്തുതയുടെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും തർക്കങ്ങൾക്കപ്പുറം മറ്റ് ന്യായീകരിക്കുന്ന സാഹചര്യങ്ങൾ സ്ഥാപിക്കാതെ പ്രോസിക്യൂഷൻ അയാളുടെ ശിക്ഷാവിധി തേടാനാവില്ല. അതായത് ഒരാൾ പോലീസിനോട് കുറ്റം സമ്മതിച്ചു, ഞാൻ കൊന്നു എന്ന് പറഞ്ഞ് സമ്മതിച്ചു. അയാളത് കൊന്നുവെങ്കിൽ കൊന്നത് എങ്ങനെയെന്നും ഏത് ആയുധം കൊണ്ടുവന്ന് എവിടെ വെച്ചു എന്നൊക്കെ തെളിയിക്കാത്ത പക്ഷം എന്ത് തേടാനാവില്ല, ശിക്ഷാവിധി തേടാനാവില്ല. ഇയാൾക്ക് ശിക്ഷ കൊടുക്കണമെന്ന് പോലീസ് കോടതിയോട് പോയി പറയാൻ പാടില്ല. തെളിയിച്ചിട്ട് പറയാം, തെളിയിക്കാത്ത പക്ഷം പറയാൻ പാടില്ല. ഇനി കസ്റ്റഡിയിലുള്ള പ്രതിയിൽ നിന്ന് കിട്ടുന്ന വിവരത്തിൻ്റെ തെളിവിനെ കുറിച്ച്. കസ്റ്റഡിയിലുള്ള പ്രതി പറയുന്ന കാര്യങ്ങൾ എങ്ങനെ എടുക്കാം? കസ്റ്റഡിയിലുള്ള പ്രതി വിവരം നൽകുമ്പോൾ അതൊരു കുറ്റസമ്മതമാണെങ്കിൽ പോലും പ്രസ്തുത വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ടെത്തുന്ന സംഗതികളെക്കുറിച്ച് പ്രതിക്കെതിരെ തെളിവായി ഉപയോഗിക്കാം. കണ്ടോ? അത് നേരത്തെ പറഞ്ഞതിനാണ്. കസ്റ്റഡിയിൽ വെച്ച് പറയുന്ന കാര്യങ്ങൾ കണ്ടിട്ടില്ലേ? ചില ആളുകളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോലീസ് അയാളെയും കൊണ്ട് തെളിവെടുപ്പിന് പോകാറുണ്ട്. തെളിവെടുപ്പിന് പോയി അത് കിട്ടിക്കഴിഞ്ഞാൽ അതും കൊണ്ട് കോടതിയിൽ ഹാജരാക്കാം. തെളിവ് കിട്ടാത്ത പക്ഷം ശിക്ഷാവിധി സ്വീകരിക്കാനാവില്ല. സെക്ഷൻ 24. കുറ്റസമ്മതം നടത്തുന്ന ആളെയും കുറ്റത്തിന് കൂട്ടായി വിചാരണ ചെയ്യപ്പെടുന്ന മറ്റാളുകളെയും ബാധിക്കുന്നതും തെളിയിക്കപ്പെട്ടതുമായ കുറ്റസമ്മതത്തിൻ്റെ പരിഗണന. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ സെക്ഷൻ 24. ഇത്രയേ ഉള്ളൂ. കൂട്ടുപ്രതികളെ കൊടുക്കുന്നൊരവസ്ഥയാണ്. കൂട്ടുപ്രതികൾ, ഒരാൾ കുറ്റം സമ്മതിച്ചു, അയാൾ ആ കുറ്റം സമ്മതിച്ച കൂട്ടത്തിൽ പറയുകയാണ്, ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ 2 ആളുകൾ കൂടെ ഈ കുറ്റത്തിൽ ഉണ്ടായിരുന്നു, പങ്കു ചേർന്നിരുന്നു എന്ന് പറയുകയാണെങ്കിൽ അത് തെളിവായി എടുക്കാം എന്നാണ് പറയുന്നത്. കണ്ടോ? ഒന്നിലധികം ആളുകൾ ഒരേ കുറ്റത്തിന് കൂട്ടായി വിചാരണ ചെയ്യപ്പെടുകയും അങ്ങനെയുള്ള ആളുകളിൽ ഒരാൾ തന്നെയും അങ്ങനെയുള്ള ആളുകളിൽ മറ്റു ചിലരെയും ബാധിക്കുന്ന വിധത്തിൽ നടത്തുന്ന കുറ്റസമ്മതം തെളിയിക്കപ്പെടുകയും വേണം. ചെയ്യുമ്പോൾ കോടതിക്ക് അങ്ങനെയുള്ള കുറ്റസമ്മതം അങ്ങനെയുള്ള മറ്റാൾക്കെതിരെന്ന പോലെ അങ്ങനെയുള്ള കുറ്റസമ്മതം നടത്തുന്ന ആൾക്കെതിരെയും പരിഗണിക്കാവുന്നതാണ്. അപ്പോൾ അവിടെ ഓർമ്മിക്കേണ്ടത്, കുറ്റസമ്മതം നടത്തുമ്പോൾ മറ്റൊരാളുടെ പേര് കൂടെ പറയുകയാണെങ്കിൽ അത് സ്വീകരിക്കാം എന്നാണ് പറയുന്നത്. അപ്പോൾ ഓർമ്മിക്കുക, ഈ വകുപ്പിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രകാരം കുറ്റം എന്നതിൽ ആ കുറ്റം ചെയ്യുന്നതിനുള്ള പ്രേരണയും ശ്രമവും വരുന്നു. ഞാൻ മാത്രമല്ല കൊന്നത്, എന്നെ പ്രേരിപ്പിച്ചത് ഇന്ന ആളാണ്, എനിക്കതിനെ ശ്രമിക്കാൻ ഹെൽപ്പ് ചെയ്തത് ഇന്ന ആളാണ്, അവരെല്ലാം ഇതിനകത്ത് ഉൾപ്പെടും. ഇനി ഒന്നിൽ കൂടുതൽ ആളുകൾക്കെതിരെയുള്ള വിചാരണയിൽ പ്രതി ഒളിവിൽ പോവുകയും, ഇത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞിട്ട് ഇങ്ങോട്ട് പറഞ്ഞുതരാം. നോക്കാം. സിയുടെ കൊലപാതകത്തിന് ഈ ഒരൊറ്റ എക്സാമ്പിൾ നോക്കിയാൽ, സിയുടെ കൊലപാതകത്തിന് എയും ബിയും കൂട്ടായി വിചാരണ ചെയ്യപ്പെടുക. എയെയും ബിയെയും സംശയമുണ്ട്. ബിയും ഞാനും കൂടി കൊല ചെയ്തു. അപ്പോൾ ആര് പറയുകയാണ് എന്ന് എ പറഞ്ഞതായി തെളിഞ്ഞിരിക്കുന്നു. സി ആണ് മരിച്ചത്, എയും ഞാനും കൂടെയാണ് കൊന്നത്. എയെ കൂടെ ചൂണ്ടിക്കാണിക്കുകയാണ്, എയും ഞാനും കൂടെയാണ് കൊന്നത് എന്ന് പറയുമ്പോൾ അവിടെ ബിക്കെതിരായി ഈ കുറ്റസമ്മതം ഉളവാക്കുന്ന ഫലം കോടതിക്ക് പരിഗണിക്കാവുന്നതാണ്. എന്താ? എ പറയുകയാണ് ഞാനും ബിയും കൂടെയാണ് കൊന്നതെന്ന് പറയുകയാണെങ്കിൽ ബിക്കെതിരായി ഈ കുറ്റം തെളിയിക്കാം, അല്ലേ? അതുപോലെ തന്നെ ഇവിടെ പറയുന്നു, സിയുടെ കൊലപാതകത്തിന് എ വിചാരണ ചെയ്യപ്പെടുകയും എ ആലും ബി ആലും സി ആലും കൊല്ലപ്പെട്ടു എന്ന് ഞാനും, അതായത് 3 പേർ ചേർന്ന് കൊല്ലപ്പെട്ട പൊരുത്തം പറയുകയാണ്, ഞാനും മറ്റു 2 പേരും ചേർന്നാണ് ഇയാളെ കൊന്നതെന്ന് പറയുകയാണെങ്കിൽ മറ്റു 2 പേരെയും വിചാരണയിൽ എടുക്കാം. ഇനി സെക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയ സെക്ഷനാണ് 26. അതായത് സാക്ഷികളായി വിളിക്കപ്പെടാൻ കഴിയാത്ത ആളുകളുടെ പ്രസ്താവനകൾ.
സാക്ഷികളായി വിളിക്കപ്പെടാൻ കഴിയാത്ത ആളുകളുടെ പ്രസ്താവന, അതായത് മരിച്ചു പോവുകയോ കാണാതാവുകയോ ഒക്കെ ചെയ്ത ആളുകളുടെ മൊഴികൾ എപ്പോൾ പ്രസക്തമാകും? അവ നമുക്ക് നോക്കാം. ഒന്ന്, മരിച്ചു പോവുകയോ കാണാതാവുകയോ കണ്ടെത്താൻ കഴിയാതിരിക്കുകയോ ചെയ്യുന്ന മരിച്ചു പോവുകയോ കണ്ടെത്താൻ കഴിയാതിരിക്കുകയോ ചെയ്യുന്ന ആളുകളുടെ മൊഴികൾ എങ്ങനെ പ്രസക്തമാകും? മരിച്ചു പോവുകയോ അല്ലെങ്കിൽ കണ്ടെത്താൻ കഴിയാതിരിക്കുകയോ അല്ലെങ്കിൽ തെളിവ് നൽകാൻ കഴിവില്ലാതായി തീരുകയോ അല്ലെങ്കിൽ കേസിൻ്റെ പരിതസ്ഥിതികളിൽ അയാളെ എത്തിക്കാൻ പറ്റുന്നില്ല, അയാളെ കാലതാമസം കൂടാതെ എത്തിക്കാൻ പറ്റില്ല, അയാൾ മരിച്ചുപോയി, അല്ലെങ്കിൽ അയാളെ കണ്ടെത്താൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ തെളിവ് നൽകാൻ അയാൾക്ക് കഴിവില്ല, അല്ലെങ്കിൽ ന്യായമല്ലാത്തതുകൊണ്ട് കോടതിക്ക് അയാളെ കാലതാമസമോ ചിലവോ കൂടാതെ എത്തിക്കാൻ പറ്റുന്നില്ല എന്ന അവസ്ഥയിലാണെങ്കിൽ അയാളുടെ രേഖകളൊക്കെ എങ്ങനെ നമുക്ക് പരിശോധിക്കാം? അയാളുടെ രേഖകൾ. ഒരാളുടെ മരണത്തിനുള്ള കാരണം പ്രശ്ന വിഷയമാകുന്ന സംഗതികളിൽ അയാൾ മരണത്തിനുള്ള കാരണം സംബന്ധിച്ചോ അല്ലെങ്കിൽ തൻ്റെ മരണത്തിൽ എത്തിച്ച ഇടപാടിൻ്റെ പരിതസ്ഥിതികളിൽ ഏതിനെയെങ്കിലും സംബന്ധിച്ചോ പ്രസ്താവന ചെയ്യുമ്പോൾ ഒരാൾ മരണത്തിനുള്ള കാരണം പറഞ്ഞു, ആത്മഹത്യാക്കുറിപ്പൊക്കെ ഇതിനകത്ത് വരും, മരണമൊഴി ഇവിടെ വരും. ആത്മഹത്യാക്കുറിപ്പ് മരണമൊഴിയുമാണ് ഈ പറയുന്നത്. മരണത്തിനുള്ള കാരണം അയാൾ പറയുകയാണ്, എന്നെ ഇന്ന ആളാണ് കുത്തിയത്. മരിക്കും മുമ്പ്, മരിച്ചതിന് ശേഷം പറയാൻ പറ്റില്ലല്ലോ. മരിക്കുമ്പോൾ എന്നെ ഒരാൾ കൊന്നില്ല, കൊല്ലാൻ ശ്രമിച്ചു, കുത്തി, അല്ലെങ്കിൽ കൊല്ലാൻ വേണ്ടിയാണ് ഇത് ചെയ്തതെന്ന് ഇന്ന ആളുടെ പേര് പറയുകയാണെങ്കിൽ അതാണ് ഈ പറഞ്ഞ സെക്ഷൻ. അയാൾ പിന്നെ മരിച്ചുപോയി, ആ മൊഴി എടുക്കാം, അത് വീഡിയോയിലൂടെ റെക്കോർഡ് ചെയ്ത് വെക്കുകയും ചെയ്യും. ഇനി പ്രസ്താവന അങ്ങനെയുള്ള ആൾ സാധാരണ ബിസിനസ് മുറിയിൽ ചെയ്തതാകുമ്പോൾ, ബിസിനസ് മുറി, ഒരു വാക്കോർത്താൽ മതി, ബിസിനസ് മുറിയിൽ ചെയ്തു, ബാക്കിയുള്ള ഒന്നും നിങ്ങൾ നോക്കണ്ട, വാണിജ്യപരമായിട്ടുള്ള ബിസിനസ് മുറിയിൽ. ഇപ്പോൾ ഉദാഹരണം, ഒരു ഡോക്ടർ അയാൾ മരിക്കുമ്പോൾ ഒരു കത്ത് എഴുതി വെച്ചു, അല്ലെങ്കിൽ അയാളുടെ ഡയറിയിൽ ഒരു കുറിപ്പ് എഴുതി വെച്ചു, ഇന്ന ദിവസം ഇന്ന രോഗി ഇവിടെ ചികിത്സയ്ക്കായിട്ട് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്ന ദിവസം ഇന്ന ഒരു ആശുപത്രിയിൽ ഇന്ന ആൾ പ്രസവിച്ചു എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചു, മരിച്ചുപോയി. അയാൾ എഴുതി വെച്ചത് ഒരു 30 വർഷം മുമ്പാണ്. പക്ഷേ ഇപ്പോൾ അത് തെളിവായിട്ട് ഒരു ആവശ്യം വന്നുവെങ്കിൽ അത് എടുക്കാം നമുക്ക്. ഇനി പ്രസ്താവന ചെയ്യുന്ന ആളുടെ ധനപരമോ ഉടമയെന്ന നിലയിലോ ആയ താല്പര്യത്തിനെതിരായിരിക്കും. ധനപരമോ ഉടമയെന്ന നിലയിലോ എന്ന് വെച്ചാൽ ഒരാൾ ഒരു വസ്തു പാട്ടത്തിന് വാങ്ങി, പക്ഷേ ഇയാൾ വാങ്ങിയത് ഇയാളുടെ ഏജൻറ്റ് മുഖേനയാണ്, പക്ഷേ ഏജൻറ്റ് മരിച്ചുപോയി. പക്ഷേ ഇയാൾക്ക് അത് തെളിയിക്കാൻ ഒരു വഴിയില്ല. പക്ഷേ ഏജൻറ്റിന് ഒരു കത്തുണ്ടായിരുന്നു, എന്താണ്, സാറിന് വേണ്ടി ഞാനിത് വാങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഒരു 10 വർഷം മുമ്പ് ഒരു കത്ത് കിട്ടുകയായിരുന്നെങ്കിൽ ആ കത്തൊരു തെളിവാണ്. വേറെ തെളിവുകളൊന്നും ഇല്ലെങ്കിൽ ഒരു തെളിവാണ്. ഇനി ഒരു പൊതു അവകാശത്തിൻ്റെയോ ആചാരത്തിൻ്റെയോ പൊതുജനത്തിൻ്റെയോ സാമാന്യമായ ജനങ്ങൾക്ക് താല്പര്യമുള്ള സംഗതിയുടെ അസ്തിത്വത്തെക്കുറിച്ച്, അതായത് ഒരു പൊതു അവകാശത്തിൻ്റെയോ ആചാരത്തിൻ്റെ ഭാഗം, ഒരു പൊതു അവകാശം, ഒരു കിണർ, പബ്ലിക് കിണർ ആരുടേതാണെന്നാണ് വിഷയം. പക്ഷേ എല്ലാ ജനങ്ങളും ഒരുമിച്ച് അവിടെ നിന്നാണ് വെള്ളം കോരുന്നതും എല്ലാ ജനങ്ങളുടെ അഭിപ്രായം ഇത് ഞങ്ങളുടേതാണ്, ഇത് പൊതുജനത്തിന് വേണ്ടി പണ്ടത്തെ ഗ്രാമത്തലവൻ തന്നിട്ടുണ്ടെന്നുള്ള അഭിപ്രായം സ്വീകാര്യമാണ്. എക്സാമ്പിളൂടെ പറയുമ്പോൾ മനസ്സിലാവും. പ്രസ്താവന അത് ചെയ്യുന്ന ആൾക്ക് ഏതാളുകൾ തമ്മിലുള്ള രക്തമോ വിവാഹമോ ദത്തോ വഴിയുള്ള ബന്ധുത്വത്തെ പറ്റി അറിയുന്നതിനോ വിദേശ മാർഗം, അതായത് ബന്ധുക്കളുടെ ഒരാളുടെ മകനാണോ ഒരാളുടെ ഭാര്യയാണോ ഇത് എന്നുള്ള ബന്ധുത്വം, അത് ആരെങ്കിലും ഒരാൾ പറയുകയാണ് ഞാനാണ് അവരുടെ അന്ന് പ്രസവം എടുത്തത് എന്നൊരു വയറ്റാട്ടി, പണ്ടത്തെ കാലത്ത് നിന്ന് വയറ്റാട്ടി എഴുതി വെച്ചിരിക്കുകയോ മറ്റോ പറയുകയാണെങ്കിൽ അതൊരു തെളിവാണ് ബന്ധുത്വത്തിൻ്റെ അസ്തിത്വം. അല്ലെങ്കിൽ വിവാഹം നടത്തി കൊടുത്തത് ഞാനാണെന്നുള്ള പണ്ടത്തെ ഒരു പാതിരിയുടെ മൊഴി തെളിവായെടുക്കാം. പാതിരി എഴുതി വെച്ചിട്ടുണ്ട്, പണ്ടത്തെ പള്ളിയിൽ എഴുതി വെച്ചിട്ടുണ്ട് അവിടുത്തെ ഇതിൽ. ഓക്കെ, അതൊക്കെ തെളിവാണ്. ഇനി പ്രസ്താവന മരിച്ചുപോയ ആളുകൾ തമ്മിൽ രക്തമോ, ഇതും തന്നെ ഒരാളുടെ ഭാര്യ, നേരത്തെ പറഞ്ഞു തന്നെയാണ്, മരിച്ചുപോയ ആളുകൾ തമ്മിലുള്ള ബന്ധം ഒരാളുടെ ഭർത്താവായിരുന്നോ ഒരാളുടെ ഭാര്യയായിരുന്നോ ഒരാളുടെ മകനായിരുന്നോ എന്നുള്ളതാണ് വിഷയം. അപ്പോൾ ഒരാൾ പറയുകയാണ് അവർ പണ്ട് മുതലേ ഞാൻ അവരുടെ ഭാര്യയും ഭർത്താവുമായിട്ടാണ് കണ്ടുവരുന്നത്, അവരെ പണ്ട് മുതലേ മോനും അച്ഛനുമായിട്ടാണ് കണ്ടുവരുന്നതെന്ന് തോന്നിയാൽ അത് ഒരു എക്സാമ്പിളായിട്ട് എടുക്കാം. ശരി, അപ്പോൾ അതുപോലെ തന്നെ ഇനിയുമുണ്ട്, ഇനി 2 പോർഷൻ കൂടെ ഉണ്ട്, അത് പോയി അതൊന്ന് പറഞ്ഞുതരാം. ഒന്ന്, ചില ക്ഷേത്ര ആചാരങ്ങളുടെ ഭാഗങ്ങൾ. പണ്ട് മുതൽ ഒരു ക്ഷേത്രത്തിൽ ഇങ്ങനെ നടക്കുകയുള്ളൂ, അല്ല ഒരു ക്ഷേത്രത്തിൽ ആചാരങ്ങളില്ലേ, ക്ഷേത്രം, അമ്പലം, പള്ളികൾ, എല്ലായിടത്തും ഓരോ ആചാരങ്ങളുണ്ടാവും. അപ്പോൾ ആചാരങ്ങളൊക്കെ പണ്ട് മുതലേ ആചരിച്ചു വരുന്നെങ്കിൽ ഇപ്പോഴും ഗവൺമെൻറ് അത് അനുവദിക്കുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ ഒരു ചിത്രം, ഒരു രേഖാചിത്രം ഒരാളെ പോലെ വരച്ച് വെച്ചേക്കാണ് ഒരാൾ, മറ്റാൾ പറയുകയാണ് എന്താണ് ഇതൊരു എന്നെ പോലെ ഇരിക്കുന്ന ചിത്രമാണെന്ന് പറയുമ്പോൾ അത് പൊതു ജനങ്ങളുടെ അഭിപ്രായം കോടതി തേടും. എന്താണ് ഇത് ഇയാളെ പോലെ ഇരിക്കുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കാരിക്കേച്ചർ, ഹാസ്യചിത്രം, അതൊക്കെ പൊതു അവകാശത്തിൻ്റെ തെളിവായിട്ടൊക്കെ എടുക്കാം. അപ്പോൾ ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. എന്താണ്, എയുടെ ജനനത്തീയതിയെ പറ്റിയാണ് പ്രശ്നം. മരിച്ചുപോയ ഒരു സർജൻ, ഇത് പറഞ്ഞല്ലോ, മരിച്ചുപോയ സർജൻ ഒരു പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് എ എന്ന് ജനിച്ചു എന്ന് കുറേ വർഷങ്ങൾക്ക് മുമ്പ്, അതൊരു തെളിവാണ്. ബി,
ഒരാൾ നാഗ്പൂരിൽ ഉണ്ടായിരുന്നോ എന്നുള്ളതാണ് പ്രശ്നം. അത് 25 വർഷം മുമ്പ് ഒരാൾ എഴുതി വെച്ചിട്ടുണ്ട്, ഇന്ന ആളിനെ ഞാൻ നാഗ്പൂരിൽ വെച്ച് ഇന്ന ദിവസം കണ്ടു എന്നൊരു കത്ത് കിട്ടി, അതൊരു തെളിവാണ്. അതുപോലെ ഒരു കപ്പൽ ഒരു പ്രത്യേക ദിവസം അവിടെ നിന്ന് പുറപ്പെട്ടോ എന്നുള്ളതാണ് പ്രശ്നം. ആ കപ്പലിൻ്റെ ഒരു പ്രത്യേക ദിവസം ആ കപ്പൽ ചെന്നൈ തുറമുഖത്ത് നിന്ന് പുറപ്പെട്ടു എന്ന് അതിലുള്ള ഒരു ആൾ എഴുതിയൊരു കത്ത് തെളിവാണ്. അതുപോലെ എക്കൊരു ഭൂമിയുടെ പാട്ടം കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. എക്ക് വേണ്ടി മറ്റൊരാൾ ഈ ഭൂമിയുടെ പാട്ടം വാങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞ് ഒരു കത്ത് എക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്, അതൊരു തെളിവാണ്. അടുത്തത് എയും ബിയും തമ്മിൽ നിയമപ്രകാരം വിവാഹം കഴിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. അവിടെ ആഘോഷം ഒരു കുറ്റമാകത്തക്ക പരിസ്ഥിതികളിൽ അവരുടെ വിവാഹം നടത്തിയിട്ടുന്ന ഒരു പരേതനായ ഒരു പാതിരിയുടെ പ്രസ്താവന തെളിവാണ്. മരിച്ചുപോയ ഒരു പാതിരി പറഞ്ഞിരിക്കുകയാണ് ഞാനാണ് ഇവരുടെ വിവാഹം നടത്തിക്കൊടുത്തെന്ന് പറയുന്നത് തെളിവാണ്. അതുപോലെ കണ്ടെത്താൻ കഴിയാത്ത ഒരാളായ ഒരു കത്ത് ഒരു ദിവസം എഴുതിയോ എന്നുള്ളതാണ് പ്രശ്നം. എന്നാൽ ആ കത്തിൽ ഒരു തീയതി കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ തീയതി ഒരു തെളിവാണ്. അതുപോലെ ഒരു കപ്പലിൻ്റെ തകർച്ചയ്ക്കുള്ള കാരണം എന്തായിരുന്നു എന്നുള്ളതാണ് പ്രശ്നം. പക്ഷെ ആ ദിവസം ഒരു കപ്പിത്താൻ ഒരു പ്രതിഷേധം നടത്തി, ഒരു മീഡിയയ്ക്ക് മുമ്പിലോ അല്ലെങ്കിൽ പത്രത്തിലോ ഒരു പ്രതിഷേധം അന്നത്തെ ദിവസം നടത്തിയപ്പോൾ അതിന് ആ കപ്പലിന് പ്രശ്നം ഉണ്ടായിരുന്നതായിട്ട് തെളിവാണ്. അതുപോലെ ഒരു പ്രത്യേക റോഡോ പബ്ലിക് മാർഗമാണോ എന്നുള്ളതാണ് പ്രശ്നം. കണ്ടോ, ഒരു മരിച്ചുപോയ ഒരു ഗ്രാമത്തലവനായ വ്യക്തിയുടെ പ്രസ്താവന പ്രസക്തമാണ്. അത് ജനങ്ങൾക്ക് വേണ്ടി എഴുതി കൊടുത്തു എന്നുള്ളത് പ്രസ്താവന പ്രസക്തമാണ്. അതുപോലെ ഒരു പ്രത്യേക കമ്പോളത്തിൽ ഒരു ദിവസം ധാന്യത്തിൻ്റെ വില എന്തായിരുന്നു എന്നുള്ളതാണ് പ്രശ്നം. ആ ദിവസം ഒരു 5 വർഷം അല്ലെങ്കിൽ 25 വർഷം മുമ്പ് ധാന്യത്തിൻ്റെ വില എന്തായിരുന്നു ചോദിച്ചാൽ അന്നത്തെ ഒരു കച്ചവടക്കാരനായ ഒരാളുടെ ബുക്കിൽ ആ വില എഴുതിയിട്ടുണ്ടെങ്കിൽ അതൊരു പ്രസക്ത വിഷയമാണ്. അതുപോലെ മരിച്ചുപോയ ബിയുടെ പിതാവായിരുന്നു എന്നുള്ളതാണ് പ്രശ്നം. ബി തൻ്റെ പുത്രനാണെന്നുള്ള എയുടെ പ്രസ്താവന ഒരു പ്രസക്തമാണ്, എഴുതി വെച്ചിട്ട് മരിച്ചിട്ടുണ്ടെങ്കിൽ. അതുപോലെ എയുടെ ജനനത്തീയതി എന്തായിരുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഒരു പ്രത്യേക ദിവസം ജനിച്ചു എന്ന് അറിയിച്ചുകൊണ്ട് എയുടെ മരിച്ചുപോയ പിതാവ് ഒരു സ്നേഹിതനയച്ച കത്ത് തെളിവാണ്. എൻ്റെ മകൻ ഇന്ന് ജനിച്ചു, ഇന്ന് ഡേറ്റ് ഇട്ട് ജനിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു 50 വർഷം അല്ലെങ്കിൽ 25 വർഷം ഉള്ള ഒരു കത്ത് പ്രസക്തമാണ്. എയും ബിയും വിവാഹം കഴിച്ചിട്ടോ എന്നുള്ളതാണ് പ്രശ്നം. അവർ വിവാഹം നടന്നിട്ടുണ്ടെന്നും ബാക്കി കാര്യങ്ങളുടെ കത്ത് പ്രസക്തമാണ്. ഒരു പീഡികയുടെ പ്രദർശന ജനാലയിൽ കാഴ്ചയ്ക്ക് വെച്ചിരിക്കുന്ന ഒരു ചായത്തിൽ എഴുതിയ ഒരു ഹാസ്യ ചിത്രത്തിൽ പ്രകടിപ്പിച്ചിരിക്കുന്നതുമായ ഒരു അപമാന ലേഖനത്തിൽ ബിയുടെ മേൽ വ്യവഹാരപ്പെടുന്നു. ബിയുടെ മേൽ വ്യവഹാരപ്പെടുന്നു വെച്ചാൽ ബി ആണ് ആ ചിത്രം വച്ചിരിക്കുന്നത്. പറയുകയാണ് എന്നെപ്പോലെ ഇരിക്കുന്ന ചിത്രമാണ്. അപ്പോൾ അത് വ്യവഹാരപ്പെടുന്നു എന്ന് പറയുമ്പോൾ ആ ചിത്രത്തിലെ സാദൃശ്യത്തെയും അപമാന ലേഖനം എന്ന നിലയിലുള്ള അതിൻ്റെ സ്വഭാവത്തെയും കുറിച്ചുള്ളതാണ് പ്രശ്നം. ഈ സംഗതികളിൽ കാണികളുടെ കൂട്ടത്തിൻ്റെ അഭിപ്രായം തേടും. എല്ലാവർക്കും അതുപോലെയാണോ തോന്നുന്നത് എന്നുള്ള അഭിപ്രായം തേടും. ഓക്കെ, മനസ്സിലായി നിങ്ങൾക്ക്? ഈ എക്സാമ്പിൾ പഠിച്ചോ മനസ്സിലായില്ലേ? ഇതെല്ലാം തെളിവുകളായിട്ട് എടുക്കാൻ പറ്റുന്ന വസ്തുതകളാണ്. സെക്ഷൻ 27 ചില തെളിവിൻ്റെ അതിൽ പറഞ്ഞിട്ടുള്ള വസ്തുതകളുടെ സത്യാവസ്ഥ പിന്നീടുള്ള നടപടിയിൽ തെളിയിക്കുന്നതിനെ കുറിച്ചുള്ള പ്രസക്തി. പിന്നീടുള്ള നടപടി, അതായത് പിന്നീടുള്ള നടപടി എന്ന് വെച്ചാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു നടപടി അതേ കക്ഷികളോ അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങൾക്ക് പ്രതിദാനം ചെയ്യുന്നവരോ തമ്മിലായിരിക്കുകയും, ഇത് ഒരു പോയിന്റ് അവിടെ വിട്ടുപോയി, അവിടെ വരണമെന്നില്ല, ഇത്രയേ ഉള്ളൂ. ഒരു സാക്ഷി, ഞാൻ പറയുന്നത് അതിന് ശ്രദ്ധിക്കുക, ഇതിൻ്റെ അർത്ഥം ഒരു സാക്ഷിയെ ഹാജരാക്കാൻ പറ്റിയില്ല. സാക്ഷി നേരത്തെ മൊഴിയൊക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ സാക്ഷി പിന്നീട് വന്നില്ല. സാക്ഷി മരിച്ചുപോയി അല്ലെങ്കിൽ സാക്ഷി തളർന്നു കിടക്കുകയാണ്, സാക്ഷിയെ ഹാജരാക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. എങ്കിൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ അവിടെ അങ്ങനെ സാക്ഷിയെ ഹാജരാക്കാൻ പറ്റില്ല. പക്ഷേ സാക്ഷി പണ്ട് പറഞ്ഞ മൊഴിയുണ്ടല്ലോ, ആ മൊഴി എടുക്കാം. കണ്ടോ? എന്നാൽ അങ്ങനെ പറ്റിയില്ലെങ്കിൽ നടപടി അതേ കക്ഷികൾ തമ്മിലോ അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങൾ പ്രതിദാനം ചെയ്യുന്നവരോ തമ്മിലായിരിക്കുകയും ആദ്യത്തെ നടപടിയിലെ എതിർ കക്ഷിക്ക് എതിർ വിസ്താരം ചെയ്യുവാനുള്ള അവകാശവും അവസരവും ഉണ്ടായിരുന്നിരിക്കുകയും വിവാദ്യ പ്രശ്നങ്ങൾ രണ്ടാമത്തെ നടപടിയിൽ എന്ന പോലെ ആദ്യത്തെ നടപടിയിലും സാരാംശത്തിൽ ഒന്ന് തന്നെ ആയിരിക്കുകയും വേണം. അപ്പോൾ സാക്ഷിയെ ഹാജരാക്കാൻ പറ്റിയില്ലെങ്കിൽ നേരത്തെ സാക്ഷിയെ, അപ്പോൾ എതിർകക്ഷി പറയുകയാണ് എന്തുകൊണ്ട് സാക്ഷി എനിക്കിപ്പോൾ കിട്ടുന്നില്ല എന്ന് ചോദിച്ചാൽ കോടതിക്ക് പറയാം എന്താണ്, നിങ്ങൾക്ക് നേരത്തെ സാക്ഷിയെ കിട്ടിയ സമയത്ത് നിങ്ങൾ എന്തുകൊണ്ട് മൊഴി നേരത്തെ ആവശ്യമുള്ള ചോദ്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയില്ല. അങ്ങനെ ചോദിച്ച് അപ്പോൾ സാക്ഷി ഹാജരാക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇവിടെ പറയുന്നത്, സാക്ഷികളെ ഹാജരാക്കാൻ പറ്റാത്ത അവസ്ഥ. ഇനി ഇവിടെ ഇനി എളുപ്പമാണ്. കണക്ക് ബുക്കുകളിലെ ഉൾക്കുറിപ്പുകൾ എപ്പോൾ പ്രസക്തം? നമ്മൾ പറഞ്ഞില്ലേ, കണക്ക് ബുക്കുകളിലെ ഉൾക്കുറിപ്പുകൾ ഒരു ബിസിനസ് മുറിയിൽ പലരും പലതും എഴുതി വയ്ക്കും. എന്നിട്ട് കുറേ വർഷങ്ങൾക്ക് ശേഷം അത് തെളിവായിട്ടൊക്കെ എടുക്കാം. പക്ഷേ ഇവിടെ ചില ബുക്കുകളൊക്കെ ശ്രദ്ധിക്കണം. ഓക്കെ, ബിസിനസ് മുറിയിൽ ക്രമമായി വെച്ചു പോരുന്ന ഇലക്ട്രോണിക് രൂപത്തിൽ സൂക്ഷിച്ചിട്ടുള്ളവ ഉൾപ്പെടെ ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ ഉൾപ്പെടെ
കണക്ക് പുസ്തകങ്ങളിലെ ഉൾക്കുറിപ്പുകൾ കോടതി അന്വേഷണ വിചാരണ ചെയ്യേണ്ടതായുള്ള ഒരു വിഷയത്തെക്കുറിച്ച് ഉള്ളതാകുമ്പോഴൊക്കെ പ്രസക്തങ്ങളാകുന്നു. എന്നാൽ അങ്ങനെയുള്ള പ്രസ്താവനകൾ മാത്രം ഏതെങ്കിലും ആളുടെ മേൽ ബാധ്യത ചുമത്തുന്നതിന് മതിയായ തെളിവല്ല. ഒരാൾ കമ്പ്യൂട്ടറിൽ അടിച്ചു വെച്ചേക്കണം എനിക്കൊരാൾ ഇത്ര രൂപ തരാനുണ്ടെന്ന്, ആ തരാനുണ്ടെന്ന് പറഞ്ഞിട്ട് കോടതിയിൽ പോയി പറയുകയാണ്, സാർ ഞാൻ 20 വർഷം മുമ്പ് എഴുതി വെച്ചിട്ട് എനിക്ക് ഇത്ര രൂപ തരാനുണ്ടെന്ന്. ആ പ്രസ്താവന മാത്രം മതിയാകില്ല പൈസ തിരിച്ചു വാങ്ങാനായിട്ട്. ഒരു എക്സാമ്പിൾ കാണിച്ചത് കണ്ടോ, 1000 രൂപയ്ക്ക് ബിയുടെ മേൽ എ വ്യവഹാരപ്പെടുകയും ഈ തുകയ്ക്ക് തൻ്റെ കണക്ക് ബുക്കുകളിലെ എ അയാളോട് കടപ്പെട്ടിട്ടുണ്ടെന്ന് കാണിക്കുന്ന ഉൾക്കുറിപ്പുകൾ കാണിക്കുകയും ചെയ്യുന്നു. ഈ ഉൾക്കുറിപ്പുകൾ പ്രസക്തമാകുന്നു, എന്നാൽ മറ്റു തെളിവുകളില്ലാതെ കടം തെളിയിക്കുന്നതിന് മതിയാകുന്നതല്ല. അപ്പോൾ കടം തെളിയിക്കാൻ ഇത്രയും പോരാ, കടം തെളിയിക്കുന്നതിന് ഇത്രയും മതിയാകുന്നതല്ല. കാരണം 1000 രൂപ ഒരാൾ തരാനുണ്ടെന്ന് ഒരാൾ നമ്മുടെ തന്നെ ബുക്ക് കാണിക്കുകയാണ്. ആ ബുക്ക് കാണിച്ചിട്ട് ഒരാൾ 1000 രൂപ വാങ്ങാതെ നടക്കുന്ന കാര്യമാണോ? അല്ല. അപ്പോൾ അത് പോരാ എന്നാണ് പറയുന്നത്, തെളിവ് പോരാ. ഇനി കർത്തവ്യ നിർവഹണത്തിൽ പബ്ലിക് റെക്കോർഡിലോ ഇലക്ട്രോണിക് റെക്കോർഡിലോ ചേർത്ത ഉൾക്കുറിപ്പിൻ്റെ പ്രസക്തി. അതായത് ഈ നമ്മൾ പറഞ്ഞ പോലീസ് അല്ലെങ്കിൽ ഗവൺമെൻറ് ഏതെങ്കിലും കണ്ടോ പബ്ലിക്കോ മറ്റ് ഔദ്യോഗികമോ ആയ മറ്റ് പുസ്തകങ്ങളിലോ രജിസ്റ്ററിലോ റെക്കോർഡിലോ ഇലക്ട്രോണിക് റെക്കോർഡിലോ ഉള്ളതും ഒരു വിവാദ്യ പ്രസ്താവന, ഉദാഹരണം ഒരു രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ, ഒരു കേസ് FIR ഇട്ടിട്ടുണ്ടോ, ഒരു കേസ് സ്റ്റേഷനിൽ, പോലീസിൻ്റെ കാര്യം മാത്രമല്ല പറയുന്നത്, സ്റ്റേഷനിലാകാം, പബ്ലിക് സെർവൻ്റ് ഓഫീസിലാകാം, LD സെക്രട്ടേറിയറ്റിൽ എവിടെയാകും ഇവിടെ, അവിടെ ഒരു കാര്യം എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം നമ്മളൊരു ഒരു ടാക്സ് അടയ്ക്കാൻ പോകുന്നു അല്ലെങ്കിൽ കരം അടയ്ക്കാൻ പോകുന്നു, അതൊക്കെ അവിടെ പതിച്ചിട്ടുണ്ടാവില്ലേ, നമ്മൾ അടച്ചിട്ടില്ല എന്ന് പറഞ്ഞ്, അതൊക്കെ തെളിവാണ്. അത്രേ ഉള്ളൂ ഇവിടെ പറയുന്നത്. ഓക്കെ, ഒരു പബ്ലിക് റെക്കോർഡിലോ ഉള്ള കാര്യം തെളിവായിട്ട് എടുക്കാം, പ്രസക്ത വസ്തുതയാകുന്നു എന്നാണ്. ഇത് വായിച്ച് കൺഫ്യൂഷൻ ഉണ്ടാകും. ഞാൻ പറയുന്ന കേട്ടിട്ട് പഠിക്കുക. ഒരു പബ്ലിക് റെക്കോർഡിലോ മറ്റോ ഗവൺമെൻറ്റിലൂടെ റിപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും തെളിവാണ് എന്നാണ് പറയുന്നത്. അല്ല വായിച്ച് കൺഫ്യൂഷനായി കൊള്ളാകണ്ട. അതുപോലെ ഏതെങ്കിലും ഭൂപടങ്ങളിലും ചാർട്ടുകളിലും പ്ലാനുകളിലുമുള്ള പ്രസ്താവനകളുടെ പ്രസക്തി ഉണ്ടോ? സാമാന്യമായി പൊതു വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ള ഭൂപടവും പ്ലാനും അതൊരു സത്യമല്ലേ? അത് നമുക്ക് കോടതിക്ക് സംശയമെന്ന് തോന്നി അത് എടുത്തുകൂടെ? അത്രേ ഉള്ളൂ. ഭൂപടങ്ങളിലും പ്ലാനുകളിലും മാപ്പുകളിലും ഒക്കെ ഉള്ളതൊക്കെ തെളിവായി എടുക്കാം, കറക്റ്റായി എടുക്കാം, അത്രയേ ഉള്ളൂ. അതെന്താണ്? ആ പ്രസ്താവനകൾ പ്രസക്ത വസ്തുതകളാകുന്നു. ഭൂപടവും പ്ലാനും മാപ്പും ഒക്കെ തെളിവാണ്. ഇനി വിജ്ഞാപനങ്ങളിലൂടെ അടങ്ങിയ പൊതു സ്വഭാവമുള്ള വസ്തുത സംബന്ധിച്ച പ്രസ്താവനകളുടെ പ്രസക്തി. വിജ്ഞാപനങ്ങൾ, ഗവൺമെൻറ് വിജ്ഞാപനങ്ങൾ പുറപ്പെടുവിക്കാറുണ്ട്, അതൊരു തെളിവല്ലേ? ഉദാഹരണം, ഒരാൾ പറയുകയാണ് എനിക്ക് പൊതുസ്ഥലത്ത് സിഗരറ്റ് വലിക്കാമോ, വലിച്ചപ്പോൾ കോടതി പോയപ്പോൾ ഇയാൾ പറയുന്നത് ഏത് വിജ്ഞാപനത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ട്? കോടതി വായിക്കും, ഇന്ന ദിവസത്തെ ഇന്ന വിജ്ഞാപനത്തിലൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് നിരോധിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇത് കുറ്റകരമാണ്. അപ്പോൾ ആ വിജ്ഞാപനമൊക്കെ തെളിവായി എടുക്കാം. അതാണ് ഇവിടെ പറഞ്ഞ പൊതു സ്വഭാവത്തിലുള്ള ഏതെങ്കിലും വസ്തുതയുടെ അസ്തിത്വത്തെക്കുറിച്ച് എന്ന് വെച്ചാൽ പ്രശ്നം, അസ്തിത്വം എന്ന് വെച്ചാൽ പ്രശ്നം വരുന്ന സന്ദർഭങ്ങളിൽ കോടതിക്ക് ഒരു അഭിപ്രായം രൂപവൽക്കരിക്കേണ്ടതായുള്ളപ്പോൾ കോടതിക്ക് ഒരു അഭിപ്രായം പറഞ്ഞേ പറ്റുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം? ഏതെങ്കിലും കേന്ദ്ര ആക്ടിലോ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ കേന്ദ്ര ഗവൺമെൻറ്റിലോ ഉള്ള വിജ്ഞാപനം തെളിവായി എടുക്കാം. ഇത്രയേ ഉള്ളൂ അവിടെ പറയുന്നത്. അടുത്തത്, ഏതെങ്കിലും നിയമത്തെക്കുറിച്ചുള്ള ഇലക്ട്രോണിക് അല്ലെങ്കിൽ ഡിജിറ്റൽ രൂപത്തിൽ ഉൾപ്പെടെയുള്ള നിയമപുസ്തകങ്ങളിൽ അടങ്ങിയിട്ടുള്ള പ്രസ്താവന. ഏതെങ്കിലും നിയമത്തെക്കുറിച്ച് ഇലക്ട്രോണിക്കിലോ മറ്റോ, നിയമത്തിൽ ചിലപ്പോൾ വിദേശ ഏതെങ്കിലും രാജ്യത്തിൻ്റെ ഒരു നിയമത്തെക്കുറിച്ച് കോടതിക്ക് ഒരു സംശയമുണ്ട്. ഇപ്പോൾ ഓസ്ട്രേലിയയിൽ നടന്നൊരു പ്രശ്നം, അപ്പോൾ അതിവിടെ ഒരു പ്രശ്നമായി വരുന്ന തർക്ക വിഷയമായി വരുമ്പോൾ അപ്പോൾ അത് ഓസ്ട്രേലിയയുടെ ആ നിയമത്തെക്കുറിച്ച് പഠിക്കേണ്ടതായിട്ടുണ്ട് കോടതിക്ക്. ആ നിയമം എന്തായിട്ടെടുക്കാം? നോക്കേണ്ടത് ആവശ്യമുണ്ട് അല്ലേ? ആ നിയമത്തെ കോടതിക്ക് എവിഡൻസ് ആയിട്ട് എടുത്ത് തെളിയിക്കണം. അപ്പോൾ ഒരു വേറൊരു രാജ്യത്തിൻ്റെ നിയമം വരെ എടുക്കേണ്ടി വരും എന്നാണ് പറയുന്നത്. ഇവിടെ അത്രയേ ഉള്ളൂ. അവിടെ വേറെ ഒന്നും നിങ്ങൾ നോക്കണ്ട. ഇലക്ട്രോണിക് രൂപത്തിലോ ഡിജിറ്റൽ രൂപത്തിലോ പുസ്തക രൂപത്തിലോ ഉള്ളതും തെളിവായി എടുക്കും. നിങ്ങൾക്കിത് മൊത്തം വായിക്കണമെന്നുണ്ടോ? വായിച്ച് കൺഫ്യൂഷൻ ആക്കണ്ട, സിമ്പിളായിട്ടുള്ളത് മാത്രം നോക്കിയാൽ മതി. അവിടെ വായിച്ചു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ കൂടും. കണ്ടോ, ഏതെങ്കിലും രാജ്യത്തിൻ്റെ ഒരു നിയമത്തെക്കുറിച്ച് കോടതിക്ക് ഒരു അഭിപ്രായം രൂപവൽക്കരിക്കേണ്ടതായുള്ളപ്പോൾ അങ്ങനെയുള്ള രാജ്യത്തെ ഗവൺമെൻറ്റിൻ്റെ അധികാരപ്രകാരം, പ്രാധികാരം എന്ന് വെച്ചാൽ അധികാരപ്രകാരം അച്ചടിക്കുകയോ പ്രസിദ്ധപ്പെടുത്തുകയോ ചെയ്തതും ഇലക്ട്രോണിക് രൂപത്തിലാക്കിയതുമായ നിയമങ്ങളെ എന്ത് ചെയ്യാം? കോടതിക്ക് കരുതപ്പെടുന്ന ഒരു പുസ്തകത്തിൽ അടക്കിയിരിക്കുന്നതും അങ്ങനെയുള്ള നിയമത്തെക്കുറിച്ചുള്ളതുമായ ഏതെങ്കിലും പ്രസ്താവനയും അങ്ങനെയുള്ള രാജ്യത്തെ കോടതികളുടെ റൂളിങ്ങും എല്ലാം നമ്മുടെ കോടതിക്ക് എടുക്കും. അടുത്തത്, വിദഗ്ധരുടെ അഭിപ്രായം അല്ലെങ്കിൽ ഒപ്പീനിയൻ ഓഫ് എക്സ്പേർട്സ്. കോടതിക്ക് എല്ലാ കാര്യങ്ങളും അറിയാമെന്നില്ല. അപ്പോൾ കോടതിക്ക് സംശയം തോന്നിയെങ്കിൽ കോടതി ഇപ്പോൾ ഒരു സ്വർണം കിട്ടി, ആ സ്വർണ്ണം എത്ര വർഷം പഴക്കമുള്ള സ്വർണ്ണമാണെന്നറിയാൻ അതിൻ്റെ വിദഗ്ധനോട് ചോദിക്കും. ഒരു മനുഷ്യ ശരീരം കിട്ടി, ദ്രവിച്ചു പോയൊരു മനുഷ്യ ശരീരം, അത് എത്ര വർഷം പഴക്കമെന്ന് അതിൻ്റെ വിദഗ്ധനോട് ചോദിക്കാം. ഒരു കൈയക്ഷരം ആരുടേതാണെന്നറിയാൻ അതിൻ്റെ വിദഗ്ധനോട് ചോദിക്കാം.
അല്ലെ ഓരോന്നിനെയും ഇപ്പോൾ ഒരു മരണം കാണണം, ഇതെങ്ങനെയാണെന്നുള്ളത് ഇപ്പോൾ ഡോക്ടറിനോട് ചോദിക്കും. അപ്പോൾ കണ്ടോ, വിദേശ നിയമം കോടതിക്ക് ചോദിക്കേണ്ടി വരും. ഇനി സയൻസ് അറിയാമെങ്കിൽ അവരോട് ചോദിക്കണം. കലയാണെങ്കിൽ അതിൻ്റെ കൂടെ, മറ്റേതെങ്കിലും മേഖലയെ സംബന്ധിച്ചാണെങ്കിൽ അതിൻ്റെതാണെങ്കിൽ, ഇപ്പോൾ കൈപ്പടയുടെ കാര്യമാണെങ്കിൽ അതിൻ്റെ കൂടെ, വിരലടയാളങ്ങളാണെങ്കിൽ അതിൻ്റെ കൂടെ, ബാക്കി എല്ലാ കാര്യങ്ങളും കോടതിക്ക് ഒരു അഭിപ്രായം രൂപവൽക്കരിക്കേണ്ടതായുള്ളപ്പോൾ കോടതിക്ക് ഇതിനെക്കുറിച്ചൊരു അഭിപ്രായം വേണം. അതിനെന്ത് ചെയ്യണം? അങ്ങനെയുള്ള വിദേശ നിയമമോ ഈ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും അതിൽ നൈപുണ്യമുള്ള ആളുകളുടെ, അതിൽ എക്സ്പേർട്ടായിട്ടുള്ള ആളുകളുടെ സംഗതിയിൽ മേലുള്ള അഭിപ്രായങ്ങൾ പ്രസക്ത വസ്തുതകളാകുന്നു. അങ്ങനെയുള്ള ആളുകളെ വിദഗ്ധന്മാർ എന്നും പറയുന്നു. അവരാണ് വിദഗ്ധന്മാർ എന്ന് പറയുന്നത്. ഇനി എയുടെ മരണം വിഷത്താലാണോ സംഭവിക്കപ്പെട്ടത് എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ എ മരിച്ചത് വിഷം കൊണ്ടാണോ എന്നാണ് പ്രശ്നം. അപ്പോൾ ഏത് വിഷത്താലാണോ മരിച്ചതെന്ന് വിചാരിക്കപ്പെടുന്നത് ആ വിഷം ഉളവാക്കുന്ന ലക്ഷണങ്ങൾ സംബന്ധിച്ചുള്ള വിദഗ്ധന്മാരുടെ അഭിപ്രായങ്ങൾ പ്രസക്തമാണ്. വിദഗ്ധന്മാർ പറയുകയാണ് ഈ വിഷം കഴിച്ചാണ് മരിച്ചതെന്ന് പറഞ്ഞാൽ കോടതി അതെടുക്കും. അതുപോലെ ഒരു കൃത്യം ചെയ്യുന്ന സമയത്ത് ചിത്തഭ്രമം കാരണമായി ആ കുറ്റകൃത്യത്തിൻ്റെ സ്വഭാവമോ, ഒരാൾ പറയുകയാണ് ഞാനൊരു കുറ്റകൃത്യം ചെയ്തപ്പോൾ എനിക്കതിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് ചിന്തിക്കാനുള്ള ശേഷിയില്ല, ഞാൻ ചിത്തഭ്രമത്താലായിരുന്നു എന്ന് പറയുകയാണെങ്കിൽ അത് ചെക്ക് ചെയ്യണം. അതിൻ്റെതായ ഡോക്ടർ പരിശോധിച്ച് മാത്രമേ അയാൾ എന്ത് ചെയ്യുന്നു അതിൻ്റെ റിപ്ലൈ കിട്ടുള്ളൂ. അതുപോലെ ഒരു രേഖ എ എഴുതിയതാണോ എന്നുള്ളതാണ് പ്രശ്നം. ഒരു രേഖ എ എഴുതിയതോ എന്നുള്ളതാണ് പ്രശ്നം. എ എഴുതിയിട്ടുള്ളതായി തെളിയിച്ചതോ സമ്മതിച്ചതോ ആയ മറ്റൊരു രേഖ ഹാജരാക്കപ്പെടുന്നു. അല്ലേ, ഇത് ഈ ആളാണോ എഴുതിയെന്ന് ചോദിക്കാൻ അയാൾ എഴുതിയതുപോലുള്ള 2 രേഖ കൊടുക്കുന്നു. 2 രേഖകളും ഒരേ ആൾ എഴുതിയതാണോ അതോ വെവ്വേറെ ആളുകൾ എഴുതിയതാണോ എന്ന് പ്രശ്നത്തിന്മേലുള്ള ഒരു വിദഗ്ധന്മാരുടെ അഭിപ്രായങ്ങൾ പ്രസക്തമാണ്. ഒരു വിദഗ്ധൻ വന്ന് നോക്കുമ്പോൾ കൈയക്ഷരം അറിയാൻ പറ്റും. ഇനി ഏതെങ്കിലും കമ്പ്യൂട്ടർ റിസോഴ്സുമായി ബന്ധപ്പെട്ട്, ഇനി ഇലക്ട്രോണിക് വിദഗ്ധന്മാർ, അല്ലേ, കമ്പ്യൂട്ടർ റിസോഴ്സിലോ മറ്റോ ആണെങ്കിൽ, കണ്ടോ, ഏതെങ്കിലും വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ബന്ധപ്പെട്ട ഏതെങ്കിലും കാര്യത്തെക്കുറിച്ച് ഒരു നടപടിയിൽ കോടതിക്ക് ഒരു അഭിപ്രായം, ഒരു സംശയം വരുമ്പോൾ IT ആക്ട് പ്രകാരം, IT ആക്ട് 2000 പ്രകാരം ഒരു പരിശോധകന്, ഇലക്ട്രോണിക് തെളിവ് പരിശോധകന്, ഇലക്ട്രോണിക് എക്സ്പേർട്സ് ആയിട്ടുള്ള വ്യക്തിക്ക്, IT എക്സ്പേർട്സ് ആയ വ്യക്തിയുടെ അഭിപ്രായം പ്രസക്ത വസ്തുതയാണ്. കണ്ടോ, ഇലക്ട്രോണിക് തെളിവ് പരിശോധകൻ ഒരു വിദഗ്ധനായിരിക്കേണ്ടതാണ്. ഇലക്ട്രോണിക്കും ഒരു വിദഗ്ധനാണ്, IT-യുമായി ബന്ധപ്പെട്ട അറിയാവുന്ന ആളായിരിക്കും. ഇനി എന്താണ് വിദഗ്ധന്മാരുടെ അഭിപ്രായങ്ങളോട് ബന്ധമുള്ള വസ്തുതകൾ. ഇനി വിദഗ്ധന്മാരുടെ അഭിപ്രായം വെച്ചാൽ എല്ലാ വിദഗ്ധന്മാരുടെ അഭിപ്രായം കോടതി ചിലപ്പോൾ കേൾക്കില്ല. അതിനോട് ബന്ധമുള്ള വസ്തുതകൾ എങ്ങനെയൊക്കെ നോക്കാം? മറ്റു പ്രകാരത്തിൽ പ്രസക്തമില്ലാത്ത വസ്തുതകൾ വിദഗ്ധന്മാരുടെ അഭിപ്രായങ്ങൾ പ്രസക്തമായിരിക്കുമ്പോൾ അങ്ങനെയുള്ള അഭിപ്രായങ്ങളെ പിന്താങ്ങുകയോ അല്ലെങ്കിൽ അവയുമായി അസംഗതമായിരിക്കുകയോ ചെയ്യുന്നുവെങ്കിൽ പ്രസക്തമാകുന്നു. എങ്ങനെയെന്നുള്ളത് എക്സാമ്പിൾ കാണിക്കുമ്പോൾ മനസ്സിലാവും. 1. ഒരു പ്രത്യേക വിഷത്താൽ എ വിഷബാധിതനാണോ എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ ഈ വിഷം കഴിച്ചാണോ എ മരിച്ചത് എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ അതിൻ്റെ എക്സ്പേർട്ട് വന്ന് പറയുകയാണ്, ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ള കേസുകളിലെല്ലാം ഈ വിഷം കഴിച്ച ആളുകളുടെ ലക്ഷണങ്ങൾ ഇതൊക്കെയാണ്. കണ്ടോ, അവർ മറ്റ് ലക്ഷണങ്ങൾ കാണിക്കുകയാണ്. ഈ ലക്ഷണങ്ങൾ ഇതാണ് എന്ന് പറയുകയാണെങ്കിൽ അതൊരു എക്സ്പേർട്ടാണ്. അയാളുടെ എക്സ്പേർട്ടിൻ്റെ മറ്റൊരു അഭിപ്രായം നമ്മൾ കേട്ടു. അതുപോലെ ഒരു കടൽ ഭിത്തിയാലാണ് ഒരു തുറമുഖത്തിന് തടസ്സമുണ്ടായത് എന്നുള്ളതാണ് പ്രശ്നം. ഇനി കടൽ ഭിത്തി ഇവിടെ ഇരിക്കുന്നതുകൊണ്ടാണ് തുറമുഖത്തിന് തടസ്സം വന്നു. അപ്പോൾ പറയണം അല്ല, കാരണം എന്താ, ഈ കടൽ ഭിത്തി ഇല്ലാത്തതും എന്നാൽ മറ്റു സംഗതികളിൽ അതേപോലെ സ്ഥിതി ചെയ്യുന്നതുമായ മറ്റു തുറമുഖങ്ങൾക്ക് ഏതാണ്ട് അതേ സമയത്ത് തടസ്സമുണ്ടായി. കടൽ ഭിത്തിയുള്ള തുറമുഖത്തിനും തടസ്സമുണ്ടായി, കടൽ ഭിത്തി ഇല്ലാത്ത തുറമുഖങ്ങൾക്ക് അതേ സമയം തടസ്സമുണ്ടായെങ്കിൽ അത് ഭിത്തി കാരണമല്ല എന്ന് തെളിയിക്കാം. ഇനി കയ്യൊപ്പിനെ കുറിച്ചുള്ള അഭിപ്രായം എപ്പോൾ പ്രസക്തം? ഏതെങ്കിലും രേഖ എഴുതിയതോ ഒപ്പുവെച്ചതോ ആരാണെന്നതിനെ സംബന്ധിച്ച് കോടതിക്ക് ഒരു അഭിപ്രായം രൂപവൽക്കരിക്കേണ്ടതായുള്ളപ്പോൾ അത് എഴുതിയതായോ ഒപ്പുവെച്ചതായോ വിചാരിക്കപ്പെടുന്ന ആൾ എഴുതിയതോ ഒപ്പുവെച്ചതോ ആണെന്നോ അല്ലെന്നോ ഉള്ള ആളുടെ കൈപ്പട പരിചയമുള്ള ഒരാളുടെ അഭിപ്രായം പ്രസക്തമാണ്. അപ്പോൾ ഒരു കൈപ്പട ഇയാളുടേതാണോ എന്നുള്ളതാണ് വിഷയം. അപ്പോൾ അത് എഴുതിയ ആളുടെ കൈപ്പട പരിചയമുള്ള ഒരാൾ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് കാണുന്ന ഒരാളുടെ അഭിപ്രായം പ്രസക്ത വിഷയമാണ്. ഇനി ഒരാൾ മറ്റൊരാൾ എഴുതുന്നത് കണ്ടിരിക്കുകയോ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് എനിക്ക് ഇയാൾ കത്തെഴുതുന്ന ആളാണെന്ന് പറഞ്ഞാൽ ആ അഭിപ്രായം പ്രസക്തമാണ്. ഇനി ഡൽഹിയിലെ ഒരു കച്ചവടക്കാരൻ എയുടെ കൈപ്പടയിൽ ഉള്ളതാണോ ഒരു കത്ത് എന്നുള്ളതാണ് പ്രശ്നം. എയെ സംബോധന ചെയ്തുകൊണ്ടുള്ള കത്തുകൾ എഴുതുകയും എഴുതിയതായി കരുതപ്പെടുകയും കത്തുകൾ കിട്ടുകയും ചെയ്തിട്ടുള്ള കേരളത്തിലെ ഒരു കച്ചവടക്കാരനാണ് ബിയുടെ കത്തിടപാടുകൾ പരിശോധിക്കുകയും ഫയൽ ചെയ്യുകയും ചെയ്യുന്നത് കർത്തവ്യമായിട്ടുള്ള ആളാണ് ബിയുടെ ക്ലർക്കായ സി. അതായത്
കത്തുകൾ എഴുതി സ്ഥിരമായിട്ട് വേറൊരാൾ മറ്റൊരു സ്ഥലത്ത് നിന്ന് ഒരാൾക്ക് കത്ത് എഴുതുകയാണ്. അപ്പോൾ സ്ഥിരമായിട്ട് ഈ കൈയക്ഷരത്തിൽ തന്നെയാണ് അയാൾ എഴുതുന്നത് എന്നൊരു കാര്യം പറഞ്ഞാൽ അത് തെളിയിക്കാവുന്നതേ ഉള്ളൂ. ഇനി എ എഴുതിയതെന്ന് കരുതപ്പെടുന്ന കത്തുകൾ അത് സംബന്ധിച്ച് അയാളുമായി ആലോചിക്കുന്നതിനായി ബി പതിവായി സമർപ്പിക്കാറുള്ള തൻ്റെ ദല്ലാളാണ് ഡി. കത്ത് എയുടെ കൈപ്പടയിലാണോ എന്ന പ്രശ്നത്തിന്മേലുള്ള ബിയുടെയും സിയുടെയും ഡിയുടെയും അഭിപ്രായങ്ങൾ എ എഴുതുന്നത് ബിയോ സിയോ ഡിയോ ഒരിക്കലും കണ്ടിട്ടില്ലെങ്കിലും പ്രസക്തമാണ്. എഴുതുന്നത് കണ്ടിട്ടില്ല, പക്ഷെ സ്ഥിരമായിട്ട് നമ്മൾ കത്തിടപാടുകളിൽ മുങ്ങുന്നവരാണ് ഈ 3 പേരും. ഇയാളുടെ കത്തിടപാടുകൾ എപ്പോഴും കാണുന്നവരാണ്, പക്ഷെ എഴുതുന്നത് കണ്ടിട്ടില്ല എങ്കിലും അത് പ്രസക്തമാണ്. ഇനി ഏതെങ്കിലും ഒരാളുടെ ഇലക്ട്രോണിക് ഒപ്പ് സംബന്ധിച്ച ഒരു അഭിപ്രായം കോടതിക്ക് രൂപവൽക്കരിക്കേണ്ടതായുള്ളപ്പോൾ ഇലക്ട്രോണിക് ഒപ്പ് സാക്ഷ്യപത്രം പുറപ്പെടുവിച്ച് സാക്ഷ്യപ്പെടുത്തുന്ന അധികാരിയുടെ അഭിപ്രായം പ്രസക്തമാണ്. ഇലക്ട്രോണിക് ഒപ്പ് ഇന്ന ആളുടെയാണോ എന്നുള്ളതാണ് വിഷയം. നമ്മളിപ്പോൾ ഇലക്ട്രോണിക് ഒപ്പൊക്കെ ഇടും മുമ്പ് ചില OTP ഒക്കെ ചോദിക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ ആ OTP ഒക്കെ അത് സാക്ഷ്യപത്രമാണ്, അതൊരു പ്രസക്ത വിഷയമാണ്, അത് ഓർമ്മിക്കുക. ഇനി അടുത്ത് ഏതെങ്കിലും പൊതുവായ ആചാരത്തിൻ്റെയോ അവകാശത്തിൻ്റെയോ അസ്തിത്വത്തെക്കുറിച്ചുള്ള അഭിപ്രായം എപ്പോൾ പ്രസക്തമാണ്. പൊതുവായ ഏതെങ്കിലും ആചാരത്തിൻ്റെയോ അവകാശത്തിൻ്റെയോ ഏതെങ്കിലും പൊതുവായ ആചാരത്തിൻ്റെയോ അവകാശത്തിൻ്റെയോ അസ്തിത്വത്തെക്കുറിച്ച് കോടതിക്ക് ഒരു അഭിപ്രായം രൂപവൽക്കരിക്കേണ്ടതായുള്ളപ്പോൾ അങ്ങനെയുള്ള ആചാരമോ അവകാശമോ ഉണ്ടായിരുന്നുവെങ്കിൽ അതിൻ്റെ അസ്തിത്വത്തെക്കുറിച്ച് അറിയാനിടയുള്ള അഭിപ്രായങ്ങൾ പ്രസക്തമാണ്. അതായത് ഇപ്പോൾ ഒരു പൊതുവായ ആചാരം അല്ലെങ്കിൽ അവകാശം എന്ന പദത്തിൽ ആളുകളുടെ ഏതെങ്കിലും ഗണ്യമായ വിഭാഗത്തിൻ്റെ പൊതുവായ ആചാരങ്ങളോ അവകാശങ്ങളോ ഉൾപ്പെടുന്നു. ഗണ്യമായ, ഞാൻ പറഞ്ഞു ഒരു കിണർ ഇന്ന ആളുടെ ആണോ എന്നുള്ളതാണ് വിഷയം. ഒരു കിണർ ഇന്ന ആളുടെ ആണോ, അതാണോ? ഈ ഒരു എക്സാമ്പിൾ നോക്കിയാൽ മനസ്സിലാവും. ഒരു കിണറ്റിലെ വെള്ളം ഉപയോഗിക്കുവാൻ ഒരു ഗ്രാമത്തിലെ ഗ്രാമവാസികളുടെ അവകാശം ഈ വകുപ്പിൻ്റെ അർത്ഥവ്യാപ്തിയിൽ ഒരു പൊതുവായ അവകാശമാണ്. പൊതുവായ ആചാരവും അവകാശവും ആ ഗ്രാമവാസികൾ മുഴുവൻ പറയുകയാണ്, ഈ കിണർ ഞങ്ങളുടേതാണ്, ഞങ്ങളിത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതാണെന്നുള്ള അവരുടെ അവകാശം അത് പ്രസക്തമാണ്. ഇനി വഴക്കങ്ങൾ, സിദ്ധാന്തങ്ങൾ മുതലായവയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എപ്പോൾ പ്രസക്തം. വഴക്കങ്ങൾ ഇപ്പം ജനനികായത്തിൻ്റെയോ കുടുംബത്തിൻ്റെയോ വഴക്കങ്ങളെയും സിദ്ധാന്തങ്ങളെയും കുറിച്ചോ ഏതെങ്കിലും മതസ്ഥാപനത്തിൻ്റെയോ ധർമ്മസ്ഥാപനത്തിൻ്റെയോ ഘടനയെക്കുറിച്ചോ പ്രത്യേക ജില്ലയിലോ ജനവിഭാഗങ്ങളോ ഉപയോഗിക്കുന്ന വാക്കുകളോ ഭാഷകളെ കുറിച്ചോ. അതായത് ജനനികായത്തെ എന്ന് വെച്ചാൽ, ജനനി എന്ന് പറഞ്ഞാൽ അമ്മ. നമുക്കിപ്പോൾ നമ്മുടെ ഫാമിലിയിൽ നമ്മളിപ്പോൾ ഒരു കുടുംബത്തിൽ ഇപ്പം ചില കുടുംബങ്ങൾ ഉപയോഗിക്കുമ്പോൾ കുറച്ച് നീട്ടലൊക്കെ ഉണ്ട് സംസാരത്തിൽ. ചിലർ കുറച്ച് പതുങ്ങി പറയാറുണ്ട്. അങ്ങനെ ഓരോരോ അവരുടേതായ ലാംഗ്വേജ് പറയാറുണ്ട്. ഓരോ സ്ഥലത്തിന് ഓരോ ലാംഗ്വേജ് ഉണ്ട്, ഓരോ ഭാഷയ്ക്ക് ഓരോ അർത്ഥങ്ങളുണ്ട്. ഇപ്പോൾ കേരളത്തിലെ പല ജില്ലകളിൽ ഒരേ വാക്ക് പല അർത്ഥങ്ങളിൽ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇതെല്ലാം അതേപോലെ ഒരാൾ മോശമായിട്ടുള്ളൊരു പദം ഉപയോഗിച്ചു, പക്ഷേ ആ പദം ആ നാട്ടിൽ മോശമല്ല, അത് ആ നാട്ടിലെ തെളിവ് വെച്ച് നമുക്ക് തെളിയിക്കാം. ഇനി ബന്ധുത്വം സംബന്ധിച്ച അഭിപ്രായം എപ്പോൾ പ്രസക്തമാണ്. ബന്ധുത്വം സംബന്ധിച്ച എപ്പോൾ പ്രസക്തം, അതായത് ഒരാൾക്ക് മറ്റൊരാളുള്ള ബന്ധുത്വത്തെക്കുറിച്ച് കോടതിക്ക് ഒരു അഭിപ്രായം രൂപവൽക്കരിക്കേണ്ടതായുള്ളപ്പോൾ അയാളുടെ ആരാണ് എന്ന് ചോദിക്കേണ്ട സമയത്ത് എങ്ങനെ കോടതിക്ക് തെളിയിക്കാമെന്ന് ചോദിച്ചാൽ തെളിയിക്കാം. ഞാൻ കാണിച്ചു നോക്കിയേ. എയും ബിയും തമ്മിൽ വിവാഹം എക്സാമ്പിൾ നോക്കിയാലേ മനസ്സിലാവുള്ളൂ. എയും ബിയും തമ്മിൽ വിവാഹം കഴിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. അവരുടെ സുഹൃത്തുക്കൾ സാധാരണമായി ഭർത്താവും ഭാര്യയും എന്ന നിലയിൽ അവരെ സ്വീകരിക്കുകയും അവരോട് പെരുമാറുകയും ചെയ്തിരുന്നുവെന്ന വസ്തുത പ്രസക്തമാണ്. അതുപോലെ എ ബിയുടെ നിയമാനുസൃത പുത്രനായിരുന്നു എന്നുള്ളതാണ് പ്രശ്നം. ആ കുടുംബത്തിലെ അംഗങ്ങൾ എയോട് എപ്പോഴും അങ്ങനെയാണ് പെരുമാറിയതെന്ന്, അതായത് ബന്ധുക്കൾ ഭാര്യയാണോ മകനാണോ എന്നുള്ള കാര്യമാണ് ഇവിടെ പ്രസക്ത വിഷയം ആകുന്നത്. അപ്പോൾ ലാസ്റ്റ്, അഭിപ്രായത്തിനുള്ള കാരണങ്ങൾ എപ്പോൾ പ്രസക്തമെന്ന്. അഭിപ്രായത്തിനുള്ള കാരണങ്ങൾ, അപ്പോൾ അതായത് ജീവിച്ചിരിക്കുന്ന ഏതെങ്കിലും ആളുടെ അഭിപ്രായം പ്രസക്തമായിരിക്കുമ്പോഴെല്ലാം അങ്ങനെയുള്ള അഭിപ്രായത്തിന് അടിസ്ഥാനമായ കാരണങ്ങളും പ്രസക്തമാകുന്നു. ഒരു വിദഗ്ധന് തൻ്റെ അഭിപ്രായം രൂപവൽക്കരിക്കേണ്ടതായുള്ളപ്പോൾ താൻ നടത്തിയിട്ടുള്ള പരീക്ഷണങ്ങളുടെ ഒരു വിവരണം നൽകാവുന്നതാണ്. ഒരു വിദഗ്ധൻ്റെ അഭിപ്രായം എപ്പോൾ തെളിയിക്കണം എന്നാണ്, അതായത് എന്താണ് അഭിപ്രായങ്ങളുടെ കാരണങ്ങൾ എപ്പോൾ വരുന്നത്. അപ്പോൾ ഒരാളൊരു അഭിപ്രായം പറയണം, ഒരു വിദഗ്ധൻ പറയുകയാണ് ഇതാണ് ഈ കൈയക്ഷരം ഇയാളുടേതാണ്. അപ്പോൾ കോടതി ചോദിക്കുമ്പോൾ എന്തുകൊണ്ട്, അതുകൂടെ പറയാനുള്ള ബാധ്യത അദ്ദേഹത്തിനുണ്ട്, അതുകൂടെ പറയാൻ അദ്ദേഹം ബാധ്യസ്ഥനാണ്. അതുപോലെ പറയുകയാണ്, ഒരു വിദഗ്ധൻ പറയുകയാണ് ഈ മരണത്തിൻ്റെ കാരണം ഇതാണ്. അപ്പോൾ കോടതി ചോദിക്കുകയാണ് എന്താണ് അത് നിങ്ങൾക്ക് ഇത്രയും ഉറപ്പിച്ച് പറയാനുള്ള കാരണം എന്താണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ എവിഡൻസ് ആക്റ്റിൽ നമ്മുടെ ഭാരതീയ സാക്ഷി അധിനിയം കുറച്ച് പാടാണ്. ഇതിൽ ഞാൻ കുറേ വലിയ ഭാഗങ്ങൾ ഞാൻ പറയാതെ ഞാൻ സിമ്പിളാക്കിയാണ് നിങ്ങൾക്ക് പറഞ്ഞത്. ഈ വലിയ ഭാഗം തന്നെ വായിക്കണം എന്നുള്ളവർക്ക് അത് വായിക്കാം, കാരണം അത് മനസ്സിലാക്കാൻ ഇത്ര ടഫാണ്. അത് നമ്മുടെ ബെയർ ആക്ട് ബുക്കിലെ മലയാള ഭാഗമാണ്, നല്ല ടഫാണ്. അതിൽ എക്സാമ്പിൾസ് മാക്സിമം നിങ്ങൾ നോക്കിക്കൊള്ളുക.
എക്സാമ്പിൾസിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. എക്സാമ്പിൾ വായിച്ചാലേ മനസ്സിലാവുകയുള്ളൂ. ഓക്കെ, ഞാൻ വളരെ സ്ലോയിലാണ് പോയത്. പാഠം പോർഷൻ ഇത്തിരി ടഫാണ്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിൽ വെച്ചിട്ട് വേണം പഠിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ തൽക്കാലം നമുക്കിത് വൈൻഡപ്പ് ചെയ്യാം. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.